Assalamu alaikum wa rahmatullah. Bismillahir Rahmanir Rahim. Alhamdulillah. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlilhu fala hadiya lahu. Wa ashhadu an la ilaha illallah wa ashhadu anna Muhammadan abduhu wa rasuluhu. أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون قلوب يومئذ واجفة أبصارها خاشعة يقولون أئنا لمردودون في الحافرة أئذا كنا عظاما نخرة قالوا تلك إذا كرة خاسرة സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന സർവശക്തനായ സർവലോക നിയന്താവായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോടും നിങ്ങളോടുമായി ഞാൻ വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ഭാഷയല്ലാത്ത മറ്റൊരു ഭാഷ സംസാരിക്കുന്ന നാട്ടിൽ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളല്ലാത്ത മറ്റൊരു ജീവിത സാഹചര്യത്തിൽ, നമ്മുടെ കുടുംബങ്ങളോടൊപ്പമോ അല്ലാതെയോ ഒരു പ്രവാസി ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എന്റെ ശബ്ദം നേരിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ സഹോദരന്മാർ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അപാരമായ കാരുണ്യം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് ഇത്രയും അന്യമായ ഒരു സാഹചര്യത്തിലും നമ്മുടെ നാട്ടിലേതുപോലെ നമ്മുടെ കുട്ടികളെ മദ്രസയിൽ പഠിപ്പിക്കുവാനും ഇത്രയും സ്വതന്ത്രമായും പരസ്യമായും അള്ളാഹുവിന്റെ ദീൻ പ്രബോധനം ചെയ്യുവാനും അത് നമ്മുടെ കുടുംബങ്ങളോടൊപ്പം ഒന്നിച്ചിരുന്ന് കേൾക്കുവാനും അള്ളാഹു നമുക്ക് തന്ന അപാരമായ സൗഭാഗ്യം, അള്ളാഹു തന്ന അവസരത്തിലേറെ ഏറ്റവും വലിയ ഭാഗ്യമായി നാം കാണുന്നത്, ഇതെല്ലാം ഇവിടെ നടക്കുമ്പോൾ ഈ ലോകത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ലാതെ തങ്ങളുടെ മക്കളോടൊപ്പം ഫ്ളാറ്റുകളിൽ ജോലി ചെയ്ത് വിനോദങ്ങളിൽ ഏർപ്പെട്ട് കുടുംബവും വ്യക്തിപരവുമായ സംഘർഷങ്ങളെ, സുഖദുഃഖങ്ങളെ അനുഭവിച്ച് ഈ ഒരു ലോകത്തെക്കുറിച്ച് യാതൊരു ആലോചനയുമില്ലാതെ ജീവിക്കുന്ന ആയിരക്കണക്കിന് ആളുകളിൽ നിന്നും ഇത്തരം സംരംഭങ്ങളെക്കുറിച്ച് അറിഞ്ഞാൽ അവിടെ പങ്കെടുക്കുവാൻ അവസരവും സാഹചര്യങ്ങളെയും ഒരുക്കുന്ന ഒരവസ്ഥയിൽ നമ്മളുടെ മാനസികാവസ്ഥകൾ എത്തിച്ചേർന്നു എന്നതാണ് അതിലെ ഏറ്റവും വലിയ അനുഗ്രഹം. ഈ മനസ്സും ഈ ചിന്തയും അള്ളാഹു നമുക്കേവർക്കും നിലനിർത്തി തരുമാറാവട്ടെ. ദീനിയായ നല്ലൊരവസ്ഥ നമ്മുടെ മക്കളിൽ നിന്നും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും കൺകുളിർമയോടുകൂടെ അനുഭവിക്കുവാനുള്ള സാഹചര്യം ഇഹത്തിലും പരത്തിലും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒരല്പസമയം ജീവിതത്തിന് ഏറ്റവും നല്ല കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ച
കാലങ്ങളെ അതിജീവിക്കുന്ന ജീവിതഗന്ധിയായ ഉപദേശങ്ങളെ മനുഷ്യനു നൽകിയ വിശുദ്ധ ഖുർആനിന്റെയും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും വചനങ്ങളിലൂടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലും അന്വേഷണവുമാണ് ഇവിടെ ഇന്ന് ഒരു പൊതുവിഷയമായി സ്വീകരിച്ചിരിക്കുന്നത്. സഹോദരങ്ങളെ, സാധാരണ വളരെ ദീർഘമായ യാത്രകൾ ചെയ്യുന്നവരാണ് നമ്മളിൽ പല ആളുകളും. യാത്രാവേളകളിൽ യാത്രക്ക് വളരെ താല്പര്യത്തോടുകൂടെ ഡ്രസ്സ് മാറ്റി നമ്മുടെ കൂടെ വരാനുള്ള ആഗ്രഹത്തോടുകൂടെ വരുന്ന കുട്ടികൾ പലപ്പോഴും യാത്രയിൽ എപ്പോഴും നമുക്ക് വിഷമം സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. ഒരു പക്ഷേ നാട്ടിലൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ സ്റ്റോപ്പിലെത്തുന്നതിന് മുമ്പ് ഇറങ്ങാൻ വാശി പിടിക്കും. ഇവിടെ ഇറങ്ങണമെന്ന് പറഞ്ഞ് ഒരു പക്ഷേ കരഞ്ഞു വാശി പിടിച്ചലറി വിളിക്കും. അല്പം കൂടെ പോയാൽ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങും എന്ന് നമ്മൾ പറയും. 1 മണിക്കൂറോ 2 മണിക്കൂറോ വീണ്ടും യാത്രയുണ്ടായിരിക്കും നമുക്ക്. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ അസ്വസ്ഥത കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. നാം യാത്ര ചെയ്യുന്നത് യാത്രയിലുള്ള ഒരു സുഖം അനുഭവിക്കാനോ യാത്രയിലെ കാഴ്ചകൾ കാണാനോ അല്ല. നമുക്ക് ഒരു രോഗിയെ സന്ദർശിക്കുവാനുണ്ട്, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണാനുണ്ട്, അല്ലെങ്കിൽ അകന്ന ഒരു ബന്ധുവിന്റെ കല്യാണത്തിൽ പങ്കെടുക്കാനുണ്ട്, അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കച്ചവട സ്ഥാപനം സന്ദർശിക്കുവാനുണ്ട്. നാം പോകുന്നതിന്റെ ലക്ഷ്യം നമുക്ക് അറിയുന്നത് കൊണ്ട് തന്നെ ബസ്സിലെ തിരക്കുകൾ നമ്മൾ അറിയുന്നില്ല, ചൂടും തണുപ്പും നമ്മൾ അറിയുന്നില്ല, യാത്രാ ക്ലേശങ്ങളുടെ ദാഹവും വിശപ്പും നമ്മൾ അറിയുന്നില്ല. കാരണം സാക്ഷാത്കരിക്കേണ്ട ഒരു ലക്ഷ്യത്തെക്കുറിച്ചുള്ള വളരെ ശക്തമായ ബോധമാണ് ആ ബസ്സിൽ നമ്മളെ എത്തിച്ചത്, ആ യാത്രക്ക് നമ്മളെ പ്രേരിപ്പിച്ചത്. എന്നാൽ നിഷ്കളങ്കമായി നമ്മുടെ മടിയിരിക്കുന്ന കുട്ടിക്ക് അറിയില്ല വാപ്പ ഒരു ബന്ധുവിനെ സന്ദർശിക്കാൻ പോകുന്നു എന്നറിയില്ല, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ടെസ്റ്റ് നടത്താൻ ഒരു ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്ന് അറിയില്ല, ഒരടുത്ത ബന്ധുവിനെ സന്ദർശിക്കുവാൻ പോവുകയാണെന്ന് അറിയില്ല. അതുകൊണ്ട് ലക്ഷ്യമറിയാത്ത കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്തിനീ ത്യാഗം എന്നാ കുട്ടി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ഈ ഉപമ നമുക്ക് പരിചയമുള്ളതാണ്. ഒരു പക്ഷേ ഇത് ജീവിതത്തിൻ്റെത് കൂടിയായ ഒരു ഉപമയാണ്. ഞാനിത് പറയാൻ കാരണം നമുക്കെല്ലാം ഉണ്ട്, ജീവിത സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ശരിക്കൊരറിവ് എന്തിനാണ് ജീവിതം എന്ന് ശരിക്കും നമുക്കൊന്നറിയാനും മനസ്സിലാക്കാനും പറ്റിയിട്ടില്ലെങ്കിൽ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ചില സാഹചര്യങ്ങളിൽ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഈ കുട്ടി വാശി പിടിച്ച പോലെ നാം വാശി പിടിക്കും, ഈ കുട്ടി കരഞ്ഞ പോലെ നമ്മൾ കരയും, ഈ കുട്ടി അസ്വസ്ഥനാകുന്ന പോലെ നമ്മൾ അസ്വസ്ഥനാകും. ഞാൻ പറഞ്ഞത് ജീവിതത്തെക്കുറിച്ചല്ല, ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച്. നാളെ എനിക്ക് ഇവിടെ ഭക്ഷണം എന്നതല്ല, നാളെ ഞാൻ ഇവിടെ താമസിക്കുമെന്നതല്ല. അതൊക്കെ സഹോദരങ്ങളെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. ജീവിതം എങ്ങോട്ടേക്ക്, ജീവിത യാത്ര എന്നതിനെ കുറിച്ചുള്ള കണിശമായ ഒരു വിചാരം, ഒരു ലക്ഷ്യം മനസ്സിലില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നം തന്നെയാണ്. ഞാൻ പറഞ്ഞ ചെറിയൊരു തടസ്സം വന്നമായി ജീവിതത്തിൽ, അതൊരു രോഗമാകാം, ഒരു മരണത്തിന് മുമ്പിലുള്ള അപ്രതീക്ഷിതമായ കിടത്തമാകാം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ പ്രിയപ്പെട്ട ഒരാളുടെ വിയോഗമാകാം, അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയാകാം. ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് കണിശമായ ഒരു ബോധമില്ലാതെ ഇപ്പോൾ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് തന്നെയാണ് ജീവിതം എന്ന് തെറ്റിദ്ധരിച്ചവരാണ് ബഹുഭൂരിപക്ഷം. എന്താണു ജീവിതം? എന്റെ കുട്ടികൾക്ക് സ്കൂളിൽ പോകണം, എനിക്ക് എന്റെ ജോലികൾ തുടർച്ചയായി നിർവഹിക്കപ്പെടാൻ സാധിക്കണം, എനിക്ക് ആവശ്യമുള്ളത് ലഭിച്ചുകൊണ്ടിരിക്കണം, അതൊക്കെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ജീവിതത്തിന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെട്ടു എന്നു തെറ്റിദ്ധരിച്ചവർ സഹോദരങ്ങളെ, ചെറിയൊരു തടസ്സം വന്നാൽ, അല്പം ജോലിയില്ലാതെ വീട്ടിലിരിക്കേണ്ടി വന്നാൽ, അതല്ലെങ്കിൽ നാം വിചാരിക്കാത്തൊരു രോഗത്തിന് നാം ചികിത്സ തേടേണ്ടി വന്നാൽ, ചെറിയ പരിഭ്രമം, ചെറിയ അസ്വസ്ഥത, ഒരുപക്ഷെ ആ അസ്വസ്ഥത മൂലം ജീവിതം തന്നെ വഴിവിട്ട ഒരവസ്ഥയിലേക്ക് തിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ജീവിതത്തെക്കുറിച്ചുള്ള വളരെ കൃത്യമായൊരു കാഴ്ചപ്പാട് ഇസ്ലാം നമുക്ക് നൽകിയിട്ടുണ്ട്. ആ അധ്വാനങ്ങൾ നിറഞ്ഞ, ക്ലേശങ്ങൾ നിറഞ്ഞ, പ്രയാസങ്ങൾ നിറഞ്ഞ ഈ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട് സഹോദരങ്ങളെ. യാ അയ്യുഹൽ ഇൻസാനു ഇന്നക കാദിഉൻ ഇലാ റബ്ബിക ഖദ്ഹം ഫമുലാഖീഹി. നമ്മളെ വിളിച്ചെന്നെ പടച്ചോൻ പറയുന്നത്, യാ അയ്യുഹൽ ഇൻസാനേ, മനുഷ്യ, ഇന്നക കാദിഉൻ ഇലാ റബ്ബിക ഖദ്ഹം ഫമുലാഖീഹി. നീ അത്യധ്വാനം ചെയ്ത് ക്ലേശങ്ങൾ സഹിച്ച്, ബുദ്ധിമുട്ടുകൾ സഹിച്ച് നീ നിന്റെ രക്ഷിതാവിങ്കിലേക്ക് പ്രയാണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്.
ഫമുലാഖീഹി അവനെ നീ കണ്ടുമുട്ടും. ആ പടച്ചോനെ കണ്ടുമുട്ടാനാ സഹോദരങ്ങളിൽ പോകണം. അത് എപ്പോഴും വെച്ചാകാം, ഏതു സന്ദർഭത്തിലും ഈ ക്ലേശകരമായ ജീവിതത്തിന് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഒരു പരിസമാപ്തിയുണ്ട്. എന്നിട്ട് ആയത്തിന്റെ ബാക്കി കൂടി വായിച്ചാൽ മതി. സുഹൃത്തുക്കളെ, ഈ സംഗതികളൊന്നും പിന്നില്ല. ജീവിതത്തിന്റെ അത്യധ്വാനവും കഠിനാധ്വാനവും ചെയ്ത് നാം നമ്മുടെ റബ്ബിനെ കണ്ടുമുട്ടുന്ന ആ സംഗമത്തോടു കൂടെ പിന്നെ കണക്ക് നോക്കൽ തുടങ്ങാണ്. നമ്മൾ ഈ കഷ്ടപ്പെടുന്ന അത്യധ്വാനം ചെയ്യുന്ന ഈ ജീവിതത്തിന്റെ പരിസമാപ്തി കുറിപ്പ് കെട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സഹോദരങ്ങളെ കണ്ണ് മുകളിലേക്ക് തുറിച്ച് മലർന്നടിച്ച് വീഴേണ്ടി വന്നാൽ പിന്നെ ഇതൊന്നുമില്ലെന്നാണ്. ഇന്ന് മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ആലോചനകളില്ല. കളിക്കളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ മനസ്സിലുള്ള ആഹ്ലാദ ചിന്തകൾ അസ്തമിച്ചു. കുടുംബത്തെക്കുറിച്ചുള്ള വ്യാകുലതകൾ അവസാനിച്ചു. ജീവിതത്തിന്റെ സന്തോഷങ്ങളും പ്രതീക്ഷകളും സമാപിച്ചു. ജീവിതം പുതിയൊരു ഘട്ടത്തിലേക്ക് പരിവർത്തിക്കുകയാണ്. അതല്ലേ ലക്ഷ്യം സഹോദരങ്ങളെ? ആ വീഴ്ചയാണ് ലക്ഷ്യം. ആ ജീവിതത്തിന്റെ ആകസ്മികമായ പരിസമാപ്തിയാണ് ലക്ഷ്യം. എന്നിട്ട് അള്ളാഹ് പറയാണ്, പിന്നെ കയ്യിൽ തരും ജീവിച്ചതിന്റെ മുഴുവൻ കണക്കും. ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ. ആ സന്ദർഭത്തിൽ ആരുടെ ജീവിതരേഖ അവന്റെ വലത്തെ കയ്യിൽ നൽകപ്പെട്ടുവോ ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ, എളുപ്പമായ ഒരു വിചാരണ അവൻ വിചാരണ ചെയ്യപ്പെടും. എന്നാൽ അമ്മാമൻ ഊതിയ കിതാബഹു വറാഅ ളുഹ്രിഹി, എന്നാൽ തന്റെ പുറം ഭാഗത്തിലൂടെ അപമാനിക്കപ്പെട്ട നിലയിൽ തന്റെ തിന്മയുടെ തന്റെ ജീവിത പ്രവർത്തനങ്ങളുടെ രേഖ നൽകപ്പെട്ടാൽ ഫയദഉ സുബൂറാ വയസ്ലാ സഈറാ, അവൻ നാശമേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കും. അവൻ കത്തിജ്വലിക്കുന്ന നരകത്തിൽ പ്രവേശിക്കും. സഹോദരങ്ങളെ, എത്ര പെട്ടെന്നാണ് ആ ജീവിത മാറ്റത്തെ കുറിച്ച് ഖുർആൻ പറയണത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ എത്ര പെട്ടെന്നുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ അത്യധ്വാനത്തിന്റെ ജീവിത പ്രവർത്തനങ്ങൾക്കിടയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന മരണത്തിന്റെ നിമിഷത്തോടു കൂടെ പിന്നെ ഈ ജീവിതത്തിന്റെ ലക്ഷ്യം ആരംഭിക്കുകയാണ്, ഇതിന്റെ പരിശോധന ആരംഭിക്കുകയാണ്. അപ്പോൾ ജീവിതത്തിന്റെ ഏതു സന്ദർഭത്തിലും ഉണ്ടാവുന്ന ഒരു കാര്യം, ഇങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്കാണ് ഈ പ്രയാണം. രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ സഹോദരങ്ങളെ ചിന്തിക്കണം, ഇനി തിരിച്ചു വീട്ടിലേക്ക് വരുന്നതിന്റെ വഴിയുടെ ഇടയിൽ എന്റെ ജീവിതത്തിന്റെ പരിസമാപ്തി കുറിക്കപ്പെട്ടാലോ? നമ്മൾ ഗൗരവത്തോടുകൂടെ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള ഒരു ലക്ഷ്യബോധം കൃത്യമായി മനസ്സിലില്ലാത്തവരുടെ ജീവിതം പാഴായി പോകും. സഹോദരങ്ങളെ, അത് ശരിക്കും മനസ്സിൽ ചിന്തിച്ചാൽ അതൊരു വല്ലാത്ത അവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ ഈ ലക്ഷ്യബോധത്തോടു കൂടെ രാപ്പകലുകൾ കടന്നുപോയില്ലെങ്കിൽ, നമ്മുടെ കച്ചവടങ്ങളെ സമീപിച്ചില്ലെങ്കിൽ, നമ്മുടെ ദാമ്പത്യത്തെ സമീപിച്ചില്ലെങ്കിൽ, നമ്മുടെ മക്കളുടെ കാര്യം ഈ ഒരു മരന്നടിച്ച് വീണ് വിചാരണ ചെയ്ത് കയ്യിൽ തരുന്ന ഒരു രേഖയെക്കുറിച്ച്, ഒരു റെക്കോർഡിനെ കുറിച്ചുള്ള കൃത്യമായ ബോധമില്ലാതെ മുന്നോട്ട് പോയാൽ അത് നമുക്ക് വലിയ നഷ്ടമുണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് എനിക്കും നിങ്ങൾക്കും പരിചയമുള്ള ആ സൂറത്തുൻ നബയുടെ അവസാനം നോദ്യോഗ്യമായി, ദാലിക്കൽ യൗമുൽ ഹഖ് ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി മആബാ ഇന്നാ അൻദർനാകും അദാബൻ ഖരീബാ. ദാലിക്കൽ യൗമുൽ ഹഖ്, ആ ദിവസം സത്യമാണ്. സഹോദരങ്ങളെ, ജീവിതത്തിന് എന്തു തിരക്കുണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ആ ദിവസം സത്യമാണെന്ന് ഓർമ്മ വേണം. ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി മആബാ, ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവന്റെ രക്ഷിതാവിൽ അവൻ അഭയം തേടിക്കൊള്ളട്ടെ, അവനിൽ അവൻ രക്ഷ കണ്ടെത്തിക്കൊള്ളട്ടെ. ഇന്നാ അൻദർനാകും അദാബൻ ഖരീബാ, സമീപസ്ഥമായ ഒരു ശിക്ഷയെക്കുറിച്ച് നാം നിങ്ങൾക്ക് താക്കീത് നൽകുന്നു. ഇന്നാ അൻദർനാകും അദാബൻ ഖരീബാ യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാഹു, ചെയ്തു വെച്ചതിനെ കുറിച്ച് മനുഷ്യൻ നോക്കുന്ന, അന്വേഷിക്കുന്ന ഒരു ദിവസം, ഒരു വിചാരണ വന്നെത്തുമ്പോൾ മനുഷ്യൻ പറയും, യാ ലൈതനി കുന്തു തുറാബാ, യാ ലൈതനി കുന്തു തുറാബാ. ജീവിതത്തിന്റെ പരിസമാപ്തിയായി, അതിനപ്പുറത്തൊന്നുമില്ലെന്നും, ജീവിതം എപ്പോഴും മണ്ണിൽ, തന്റെ മാംസവും അസ്ഥിയും മണ്ണിൽ ദ്രവിച്ചു തീരുന്നുവോ
അവിടെ എന്റെ ജീവിതത്തിന്റെ സമ്പൂർണമായ സമാപനം കുറിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇവിടെ ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. ഞാനന്ന് വിചാരിച്ച പോലെ എന്റെ കുടിമാടത്തിൽ എന്റെ ജീവിതത്തിന്റെ പരിസമാപ്തി കുറിക്കുകയും അതിനപ്പുറത്തേക്ക് ജീവിതം പോകാതിരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ യാ ലൈതനീ കുന്തു തുറാബാ, ഞാൻ മണ്ണായി തീർന്നിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് മനുഷ്യൻ പറയും. എന്നാൽ സഹോദരങ്ങളെ, അതേസമയം ജീവിതം കബറിൽ അവസാനിച്ചിരുന്നുവെങ്കിൽ, വീണ്ടും ഈ അസ്ഥികൾ യോജിക്കാതിരുന്നുവെങ്കിൽ, വീണ്ടും ഈ ശരീരത്തിൽ ആത്മാവ് വരാതിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുമ്പോൾ അവിടെ മറ്റൊരു കൂട്ടർ പറയുന്ന വാക്ക് ഖുർആൻ പറയുന്നു, ഇന്നി ലനന്തു അന്നീ മുലാഖിൻ ഹിസാബിയാ. ഇന്നി ലനന്തു, ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു, മുലാഖിൻ ഹിസാബിയാ, എന്റെ ജീവിതത്തിന്റെ മുഴുവനും കണക്ക് കണ്ടുമുട്ടുന്ന, വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ദിവസമുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. കബറിൽ സമാപനം കുറിക്കാത്ത, മണ്ണിൽ അവസാനിക്കാത്ത, അസ്ഥികൾ മണ്ണു തിന്നാൽ തീരാത്ത ഒരു തിരിച്ചുവരവുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇന്നി ലനന്തു അന്നീ മുലാഖിൻ ഹിസാബിയ ഫഹുവ ഫീ ഈശത്തിർ റാദിയ. ആ വിചാരം കൊണ്ട്, വിശ്വാസം കൊണ്ട് അവന് സംതൃപ്തകരമായ ഒരു ജീവിതമുണ്ട്. സന്തോഷകരമായ സംതൃപ്തകരമായ ഒരു ജീവിതം അതിനുശേഷം അവന് ലഭിക്കും. സഹോദരങ്ങളെ, ഇത് ജീവിതത്തെ മനസ്സിലാക്കിയവന് കിട്ടുന്നതാണ്. ജീവിതം അവിടെ അവസാനിക്കൂല എന്ന് മനസ്സിലാക്കിയ ആൾക്ക് കിട്ടുന്നതാണ്. ഇതിലേറെ പ്രശ്നം എന്താ സഹോദരങ്ങളെ, ജീവിതത്തിനെ കുറിച്ച് കൃത്യമായ ഒരു കാഴ്ചപ്പാട് മനസ്സിലില്ലെങ്കിൽ പരിഭ്രമിച്ചു പോകും. ഞാനിത് വെറുതെ എനിക്ക് ഈ വിഷയം കിട്ടിയപ്പോൾ പറയുന്നതാണ് നിങ്ങൾ വിചാരിക്കരുത്. ജീവിതത്തിൽ അങ്ങനത്തെ ഘട്ടങ്ങളിൽ അപൂർവമായിട്ടെങ്കിലും നിൽക്കേണ്ടി വരും. കാരണം സഹോദരങ്ങളെ, ജീവിതം അത്രയും സങ്കീർണമായ തലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ സ്വന്തം ഒരു വ്യക്തിപരമായ ഒരു കാര്യം മാത്രമല്ല, നമ്മുടെ കൂടെ ഒരു കുടുംബമുണ്ട് സഹോദരങ്ങളെ. നമുക്ക് ആരോഗ്യത്തോടെ കാത്തു സൂക്ഷിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു ശരീരമുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ഉപജീവന മാർഗങ്ങളായിട്ടുള്ള വരുമാനങ്ങളുണ്ട്. ഇവിടേക്ക് എന്തെങ്കിലും ഒരു തടസ്സം വന്നാൽ പരിഭ്രമിച്ചു നിൽക്കും മനുഷ്യൻ. ജീവിതം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ സുഖമായി നടന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നവരും ഇതിനെന്തെങ്കിലും ഒരു തടസ്സം വരുമ്പോൾ പരിഭ്രമിച്ചു നിൽക്കും. ഈ പരിഭ്രമത്തിന്റെ മരിക്കുന്നത് വരെ ഇനി അങ്ങനത്തെ രോഗങ്ങളോ പരീക്ഷണങ്ങളോ ഒന്നുമില്ലാതെ കടന്നുപോയാലും ജീവിതത്തെക്കുറിച്ച് കൃത്യമായിട്ടൊരു കാഴ്ചപ്പാടില്ലെങ്കിൽ മരിക്കുമ്പോൾ അന്തം വിടില്ല സഹോദരങ്ങളെ. നമ്മളൊക്കെ മനസ്സിലാക്കിയതല്ല, മരിക്കുന്ന സമയത്ത് കണ്ണ് മേലക്ക് പോകുന്നത് ആത്മാവിനെ പിടിക്കാൻ വരുന്ന മലക്കിനെ പിന്തുടരലാണെങ്കിൽ ഏതൊരു മനുഷ്യനെ സ്വീകരിക്കാനും മലക്ക് വരുമ്പോൾ ആ മലക്കിനെ കാണുന്ന പരിഭ്രമിക്കുന്ന ഒരു രംഗം ഉണ്ടാവുള്ളൂ. ഞാനും നിങ്ങളൊക്കെ ഇത് കേട്ട ആൾക്കാരാണ്. കേൾക്കാത്തോലത്ത് വരൂലേ സഹോദരങ്ങളെ? ഈ മലക്ക് ജീവിതത്തെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട മലക്ക് വരൂലേ? നബിയെ പറഞ്ഞു കൊടുക്കൂ, യതവഫാക്കും, നിങ്ങളെ പൂർണ്ണമായി ഏറ്റെടുക്കും. മലക്കുൽ മൗത്തിൽ ലദീ വുക്കിലബിക്കും, നിങ്ങളുടെ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ട മലക്ക്. സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ, പിന്നെ നിങ്ങളെ രക്ഷിതാവിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നു. പടച്ചോൻ ഏൽപ്പിച്ച മലക്കുകൾ അവിടെ ഉത്തരവാദിത്വം യാതൊരു വീഴ്ചയും വരുത്താതെ നിർവഹിക്കും. അതുകൊണ്ടാണ് സഹോദര, ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കാത്ത ഒരു ചാൻസ് ചോദിക്കും. അപ്പോ എനിക്ക് ജീവിക്കാൻ ഒരു അവസരം തരൂ എന്ന് പറയും. 80-90 കൊല്ലം ജീവിച്ച ആൾ വേണത് എനിക്ക് ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി ജീവിക്കാൻ ഒരു സമയം തരൂ. സഹോദരങ്ങളെ, അത് ചോദിക്കാൻ കാത്തു നിൽക്കണോ? നാം നമ്മുടെ മനസാക്ഷിയോട് ചോദിക്കേണ്ടത്. ഇന്ന് നാം ജീവിക്കുകയാണ്, ആ അവസരത്തിലാണ്. ഇന്ന് ഇശാ നമസ്കാരം ജമാഅത്ത് നിർവഹിച്ചു വരികയാണ് നാം. നമ്മുടെ കുട്ടികൾ ഇത് കേട്ട് ഒരു മനം മാറ്റം ഉണ്ടാകട്ടെ എന്നാഗ്രഹിച്ച് ട്രാഫിക്കുകൾ കടന്ന് മക്കളെയും കുട്ടികളെയും കൂട്ടി വന്നിരിക്കുകയാണ് നാം. സുഹൃത്തുക്കളെ, ജീവിതം തീർന്നെന്ന് പറയുമ്പോൾ ഒരു അവസരം ചോദിച്ചു വാങ്ങണോ, അതോ ജീവിതം സജീവമായി നിൽക്കുമ്പോൾ തന്നെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ച് സഹോദരങ്ങളെ ആലോചിച്ചു ജീവിക്കണോ? അതാണ് ചോദ്യം. ഇത് മരിക്കണ സമയത്ത് ആൾക്കാർ പറയുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ സഹോദരങ്ങളെ? ഹത്താ ഇദാ ജാഅ അഹദകുമുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ. ജീവിതം ഇങ്ങനെ തുടരുകയും അശ്രദ്ധയിലായി ജീവിക്കുകയും ചെയ്ത അവസാനം അവരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് മരണം വന്നെത്തിയാൽ അവൻ പറയും, ഖാല റബ്ബിർജിഊൻ, റബ്ബേ എന്നെ ഒന്ന് മടക്കി തരണേ, ഒരവസരം ജീവിതത്തിൽ എനിക്കു തരണേ. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു,
ഞാൻ വീഴ്ച വരുത്തിയ കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി നിന്ന് ഞാൻ നല്ല പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചേക്കാം. കല്ല സഹോദരങ്ങളെ, ചാൻസ് ചോദിക്കുന്നവരുള്ള മറുപടി ജീവിതം എന്താണെന്ന് മനസ്സിലായതിനു ശേഷം ജീവിക്കാൻ ഒരു അവസരം ചോദിക്കുന്നവന് കിട്ടുന്ന മറുപടി, ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ മലക്കിനെ കണ്ടപ്പോൾ ബോധ്യപ്പെട്ടവന് ലഭിക്കുന്ന മറുപടി എന്താണ്? കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. അതൊരു വെറും വാക്കു മാത്രം. നിനക്ക് ഈ സമയത്തൊരവസരം തന്നാൽ ആ അവസരത്തെയും ഇതുപോലെ പാഴാക്കിയാണോ നീ തിരിച്ചു വരിക? കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അഥൂൻ. ജീവിതം തീർന്നില്ല, ജീവിതം തുടങ്ങുന്നുള്ളൂ എന്നാ പടച്ചോൻ പറഞ്ഞത്. ഇവിടുന്ന് പോയാൽ ഇനി ബർസഖിൽ മറ്റൊരു ജീവിതം നിനക്ക് ആരംഭിക്കാനിരിക്കുന്നു. സഹോദരങ്ങളെ, മരിക്കുമ്പോൾ മാത്രമല്ല, ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാത്തവൻ അന്താളിച്ചു നിൽക്കുന്നത് മരിക്കുമ്പോൾ മാത്രമല്ല. ഇനി ഖബറിന്ന് എഴുന്നേറ്റ് വരുന്ന രംഗം സൂറത്തുൽ നാസിയാത്തിൽ വായിച്ചു കൊണ്ടുവരും. അന്തമുട്ടവര് പരിഭ്രമിച്ചാ വരിക. അന്നു ചില ഹൃദയങ്ങൾ പേടിച്ചു വിറച്ചുകൊണ്ടിരിക്കും. അങ്ങേയറ്റത്തെ ഭയം കൊണ്ട് പേടിച്ചു താഴ്മ കാണിക്കുന്ന കണ്ണുകളോടുകൂടെ അവൻ വരും. മുൻസ്ഥിതിയിലേക്ക് മടക്കപ്പെടുകയാണോ? ഖബറിൽ നിന്ന് നെട്ടിത്തെറിച്ച് പുറത്തേക്ക് വരുമ്പോൾ അവൻ ചോദിക്കുന്നു, ഞങ്ങൾ പൂർവസ്ഥിതികളിലേക്ക് മടക്കപ്പെടുകയാണോ? നുരുമ്പിച്ച എല്ലുകളായി തീർന്ന് ഞങ്ങൾ തിരിച്ചു വരികയോ? ആ തിരിച്ചുവരവ് സത്യമാണെങ്കിൽ അത് നഷ്ടകരമായ ഒരു തിരിച്ചുവരവായിരിക്കും. ഒരു നീണ്ട ജീവിതത്തിൽ ഈ തിരിച്ചുവരവിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ടേയില്ല. ഈ തിരിച്ചുവരവിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങിയിട്ടേയില്ല. ഈ തിരിച്ചുവരവിന്റെ യാഥാർത്ഥ്യത്തെ ഞങ്ങൾ കണക്കുകൂട്ടിയിട്ടേയില്ല. അതുകൊണ്ടിപ്പോൾ സംഭവിക്കാൻ പോകുന്നത്, നുരുമ്പിയ എല്ലുകൾ കൂട്ടിയോജിപ്പിക്കപ്പെടുകയാണെങ്കിൽ അത് മാംസം പൊതിഞ്ഞാത്മാവായി പഴയ ഭൂമിയിലെ സ്ഥിതി തിരിച്ചു വരികയാണെങ്കിൽ അത് നഷ്ടകരമായ ഒരു തിരിച്ചുവരവായിരിക്കും. സഹോദരങ്ങളെ, ജീവിതം എന്താണെന്ന് അറിയണമെന്ന് ഞാൻ പറഞ്ഞു. അതെ, ശരിക്ക് ഹൃദയത്തിൽ ബോധ്യതയോടുകൂടെ തന്നെ ജീവിച്ചില്ലെങ്കിൽ പ്രശ്നമാവും. പിന്നെ നമ്മൾ ആരെങ്കിലും വിചാരിച്ചു സഹോദരങ്ങളെ, പടച്ചതൊക്കെ വെറുതെ ചെയ്യുന്നു? എത്ര സങ്കീർണതകളുണ്ട് അറിയുമ്പോൾ ചുറ്റുപാടില്. ഭയങ്കര സങ്കീർണതകളാണ് സഹോദരങ്ങൾ. ഈ പ്രപഞ്ചം തന്നെ വലിയൊരു സങ്കീർണമാണ്. ആകാശത്ത് വെളിച്ചം ചൊരിയുന്ന സൂര്യനും ഈ രാപ്പകലുടെ മാറ്റവും, എന്തിനേറെ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും വസിക്കുന്ന ഈ ഭൂമിയിലെ സങ്കീർണതകൾ നമ്മൾ ആലോചിച്ചാൽ മതി. ഇവിടുത്തെ സൃഷ്ടിവൈഭവങ്ങൾ, നാം കഴിക്കുന്ന പഴങ്ങൾ, നാം കുടിക്കുന്ന വെള്ളം, നമ്മുടെ അതൊക്കെ പോകട്ടെ. ഞാനും നിങ്ങളും ഭൂമിയിലേക്ക് വന്ന ആ ജീവിതത്തിന്റെ ഗർഭകാലഘട്ടത്തിലെ സങ്കീർണമായ ജീവിതത്തിന്റെ ആദ്യഘട്ടം, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തൊരു നിസ്സാരമായ ബീജാണുവിന് അതിസങ്കീർണമായ, അത്രമാത്രം സങ്കീർണമായ ഒരു പ്രക്രിയയിലൂടെ ആ ഗർഭപാത്രത്തിൽ എത്തിച്ച് സഹോദരങ്ങളെ അവിടെ ഒരു സൃഷ്ടിപ്പ് നടത്തി ജീവൻ കൊടുത്ത് വളരെ സുഖകരമായി ഭൂമിയിലേക്ക് ജീവിതത്തിനോ ശരീരത്തിനോ അപകടം പറ്റാതെ ആ കുഞ്ഞു നാളിൽ പുറത്തേക്ക് കൊണ്ടുവന്ന് പടച്ചോ നമുക്ക് ഇത്രയൊരു സൗകര്യം തന്നെ ഏർപ്പെടുത്തി തന്നത് വെറുതെ ആകുമെന്ന് വിചാരിക്കുന്നുണ്ടോന്നാ പടച്ചോൻ ചോദിക്കട്ടെ. ഈ സങ്കീർണമായ സൃഷ്ടിപ്പിന് പിന്നിൽ പടച്ചോന് നല്ലൊരു ലക്ഷ്യമുണ്ട്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒറ്റ ആയത്തിൽ നിന്ന് പടച്ചോന്റെ ശക്തിയും കഴിവും നമുക്ക് മനസ്സിലാവും. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും അധികാര, രാജാധികാരം ആരെ കയ്യിലാണോ അവൻ അനുഗ്രഹപൂർണനായിരിക്കും. സഹോദരങ്ങൾ, ഈ പ്രപഞ്ചത്തിന്റെ സങ്കീർണത കണ്ടാൽ നമ്മൾ തന്നെ സമ്മതിക്കുമെന്ന്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ആ കഴിവും ശക്തിയുമുള്ള പടച്ചവൻ ഈ പ്രപഞ്ചത്തിന്റെ മഹത്വം പറഞ്ഞിട്ട് അടുത്ത ആയത്ത് എന്താ അറിയോ സഹോദരങ്ങളെ? നമ്മളെ പറ്റിയാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്,
ജീവിതത്തെയും മരണത്തെയും അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. സങ്കീർണമായ ജീവിതത്തെയും മരണത്തെയും അവൻ സൃഷ്ടിച്ചത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ഏറ്റവും നല്ല പ്രവർത്തനം ചെയ്യുന്നത് ആരാണെന്ന് നോക്കുവാൻ വേണ്ടിയാണ്. ഒരിക്കലും ഇത് വെറുതെ ആവില്ല സഹോദരങ്ങളെ. ഇത്രയും സങ്കീർണമായ അവസ്ഥയിൽ സൃഷ്ടിച്ചു കൊണ്ടുവന്ന് ഒരു 10-70 കൊല്ലം ജീവിക്കാൻ വേണ്ട വെള്ളവും വായുവും എല്ലാം തന്ന് ആ കാലം വരെ ഈ സങ്കീർണമായ ഈ ശരീരം പ്രവർത്തിച്ചു കൊണ്ടിരുന്നെങ്കിൽ അത് വെറുതെ ആവും. വെറുതെ നമ്മൾ ഒഴിഞ്ഞിരിക്കുമ്പോൾ ആലോചിക്കണം നല്ലതാണ് സഹോദരങ്ങളെ. ഹൃദയം മിടിക്കുന്നതിൽ അത്ഭുതമല്ല, ഒരു അത്ഭുതമല്ല. അല്ല, ഹൃദയം നിരക്കുന്നതിൽ അത്ഭുതമില്ല. അത് എപ്പോഴും നിലച്ചൂടെ. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ കഴിഞ്ഞ സാൽവേഷന്റെ എക്സിബിഷനിൽ വീഡിയോ, ഒരു ഹൃദയത്തിന്റെ വീഡിയോ ചിത്രം കാണിച്ചു കൊടുത്തിരുന്നു ആളുകൾക്ക് ലൈവായിട്ട് ഇങ്ങനെ കാണാൻ. അതിന്റെ മുന്നിൽ ഇങ്ങനെ നിന്നിട്ട് ആളുകൾ ഇങ്ങനെ അന്താളിച്ച് നിൽക്കുന്നത് കാണാൻ പറ്റും. എത്രയോ കാലമായിട്ട് നമ്മളെ ഉള്ളിൽ മിടിക്കുന്നുണ്ടെങ്കിലും നമ്മളത് നേരെ കണ്ടിട്ടില്ലല്ലോ. കാണുമ്പോൾ പരിഭ്രമിച്ച് നിൽക്കും. ഞാൻ പറഞ്ഞ ഈ ഹൃദയം നിൽക്കുന്നതിൽ എന്ത് അത്ഭുതം സഹോദരങ്ങൾ. ഇതിങ്ങനെ നിലനിന്ന് ഓരോ സെക്കൻഡിലും മിടിച്ചുകൊണ്ടിരിക്കുന്നതിൽ അത്ഭുതമുണ്ട്. കാലിന്റെ പെരുവിരൽ മുതൽ തലച്ചോറ് വരെ അതിസങ്കീർണമായ രക്തക്കുഴലിലൂടെ രക്തം സഞ്ചരിക്കുന്നതിൽ വലിയ അത്ഭുതമുണ്ട്. ഈ സങ്കീർണമായ ഒരു ജീവിതാവസ്ഥയെ പടച്ചോ നമുക്ക് തന്ന് സഹോദരങ്ങളെ, ഇതുവരെ നിർവചിക്കപ്പെടാത്തൊരു മരണത്തിന്റെ വാതിലിലൂടെ ഈ ലോകത്തു നിന്നും തിരിച്ചു കൊണ്ടുപോകുന്ന പടച്ച തമ്പുരാന്റെ സൃഷ്ടിപ്പും ഈ മരണവും വെറുതെയാണോ എന്നാ ചോദിക്കുന്നത്. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബത വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അഫഹസിബ്തും, അവർ വിചാരിക്കുന്നുവോ, അന്നമാ ഖലഖനാകും അബത, നിങ്ങളെ നാം വെറുതെ സൃഷ്ടിച്ചതാണെന്ന്, വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നമ്മളിലേക്ക് മടക്കപ്പെടാതെ തിരിച്ചു കൊണ്ടുപോകും. തിരിച്ചു കൊണ്ടുപോയിട്ട് അവിടെ ചില കാര്യങ്ങളുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ടാണ് ഈ സൃഷ്ടിപ്പ് തന്നത് എന്നാണ് പടച്ചോൻ നമ്മോട് പറയുന്നത്. പിന്നെ നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ ഈ ജീവിതം വെറുതെ അല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ മറ്റു സൃഷ്ടികളിൽ നിന്ന് മനുഷ്യനുള്ള സവിശേഷത. ഇവിടെ കുറെ ജീവജാലങ്ങളുണ്ട്, അവക്കൊന്നുമില്ലാത്തൊരു സവിശേഷത എനിക്കും നിങ്ങൾക്കുമുണ്ട്, വിശേഷ ബുദ്ധി. ആ വിശേഷ ബുദ്ധി തന്നു തന്നെ പടച്ചോൻ നമ്മോട് പറയുന്നത്. മനുഷ്യൻ എന്ന് പറയുന്ന സൂറത്ത് അൽ ഇൻസാനിൽ അള്ളാഹു പറയുന്നത് അതാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ പ്രത്യേകത. അത് വെറുതെ തന്നാലും സഹോദരങ്ങളെ, അന്വേഷിച്ചും ചിന്തിച്ചും വിവേകത്തോടു കൂടെ ഒരു ജീവിതം നയിക്കാൻ തന്നതാണ് ഈ കാതും കണ്ണും. മൃഗങ്ങളെ പോലെ അവിടെ ആസ്വാദനത്തിനുള്ള വഴികൾ തേടാനല്ല ഈ കണ്ണുകൾ. നമുക്ക് ആസ്വാദനവും നൽകുന്ന കാഴ്ചകൾ കാര്യങ്ങൾ കേൾക്കാനല്ല ഈ കാതുകൾ. സഹോദരങ്ങളെ, ബുദ്ധിയോടുകൂടെ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി ജീവിക്കാനാ പഠിച്ചത് തന്നെന്നാ പറഞ്ഞത്. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി. പരസ്പരം കൂടിച്ചേരുന്ന ആ ഇന്ദ്രിയ തുള്ളികളിൽ നിന്ന് മനുഷ്യനെ ഞാനാ സൃഷ്ടിച്ചതെന്ന് പടച്ചോ. എന്നിട്ട് അവന് കണ്ണും കാഴ്ചയും അവന് കേൾവിയും കാഴ്ചയും ഞാൻ അവന് കൊടുത്തു, സമീഉം ബസീറുമാക്കി. സഹോദരങ്ങളെ, ഈ ഉൾക്കാഴ്ചയും ചിന്തിക്കാനുള്ള കഴിവും നമുക്ക് തന്നത് നമ്മുടെ കമ്പനിക്ക് സേവനം ചെയ്യാൻ വേണ്ടി മാത്രമല്ല. ബുദ്ധി ഉപയോഗിച്ചൊരു കമ്പ്യൂട്ടറിന്റെ മുന്നിലിരുന്ന് നമ്മുടെ കമ്പനിക്കും നമ്മുടെ ഫാക്ടറിക്കും മാക്സിമം എന്തൊക്കെ സേവനം ചെയ്തു കൊടുക്കാം എന്ന് ചിന്തിക്കാൻ മാത്രമാണോ സഹോദരങ്ങളെ ഈ കണ്ണ്? അതിന് മാത്രമാണോ ഈ കാത്? ഒന്ന് ആലോചിക്കണം. ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായി ചിന്തിക്കും. നമ്മുടെ ബുദ്ധിയും നമ്മുടെ കഴിവും ഉപയോഗിച്ചുകൊണ്ട് വളരെ ശക്തമായ ഒരു ആലോചന ദീനിനു വേണ്ടി നടത്തിയോ? നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊരു ശക്തമായ ആലോചന സഹോദരങ്ങളെ. ആരെങ്കിലുമൊക്കെ വിളിച്ചപ്പോൾ നമ്മൾ ക്ലാസ്സിന് വന്നിരുന്നു, ആരോ സീഡി വന്നപ്പോൾ കേട്ടു എന്നതിലുപരി ഈ വലിയ യാഥാർത്ഥ്യങ്ങളെ തൊട്ടറിയുന്ന ഒരു ചിന്തക്ക് എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചിരിക്കാൻ നമുക്ക് പറ്റിയോ എന്നാണ്. എന്നിട്ട് പടച്ചോൻ പറയാണ്, ഈ കണ്ണും കാഴ്ചയും തന്ന് നിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട് ഞാൻ. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. നല്ലൊരു വഴി മുന്നിൽ വെച്ചിട്ടുണ്ട്. നീ നന്ദി ചെയ്യുന്നവനാകോ നന്ദി കെട്ടവനാകോ? സഹോദരങ്ങളെ, ഒരു കുഞ്ഞു ജനിച്ചപ്പോൾ പടച്ചോൻ നോക്കിയത് ആ കുഞ്ഞിനെ കാര്യത്തിൽ നാം നന്ദിയുള്ളവനാവോ നന്ദി കെട്ടവനാവോ? നല്ലൊരു ജോലിയും നല്ലൊരു ഫ്ലാറ്റും നല്ലൊരു കുടുംബവും നല്ലൊരു ഭാര്യയും തന്നപ്പോൾ പടച്ചോൻ നോക്കിയിരിക്കുന്നു നമ്മെ, നാം നന്ദി കെട്ടവനോ നന്ദിയുള്ളവനോ എന്ന് പടച്ചോൻ നോക്കുകയാണ്. സഹോദരങ്ങളെ, ആ പരീക്ഷണത്തിൽ വിജയിച്ചാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ രക്ഷയുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ സവിശേഷമായ ബുദ്ധി തന്നത്, ഈ സൃഷ്ടിപ്പ്, ഈ സങ്കീർണമായ ജീവിതം, മരണം, ഇതൊന്നും വെറുതെ പോകാൻ വേണ്ടി തന്നതല്ല സഹോദരങ്ങളെ. പിന്നെ എനിക്കും നിങ്ങൾക്കും തന്നെ അറിയാൻ പറ്റും, പലപ്പോഴും ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും ജീവിതത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. ആ ചോദ്യത്തിന്റെ ഉത്തരം എന്തായിരുന്നു? അത് നമ്മൾ പറയണത് തന്നെയാണ് ഉത്തരം. പലപ്പോഴും ചോദിച്ചില്ലേ സഹോദരങ്ങളെ,
എത്രയോ നാട്ടിൽ മുഴുവനും പിന്നെ എസ്റ്റേറ്റുകൾ വാങ്ങിയിട്ട് എല്ലാ നിലക്കും സാമ്പത്തികമായി ഉന്നതം നേടി ഇനി എനിക്കൊരു അപകടവും സംഭവിക്കൂല എന്ന് വിചാരിക്കുന്ന സമയത്താണ് ഒരു സുഹൃത്ത് വന്ന് പറയണത്, എന്ത് ഇവിടെ നല്ലൊരു സൗകര്യമുണ്ട്, ഒരു നല്ലൊരു മാൾ, ഒരു ഷോപ്പിംഗ് മാൾ നിങ്ങൾക്ക് സ്വന്തമായി കൊണ്ടുനടക്കാം, ഇത്ര ഇൻവെസ്റ്റ് ചെയ്താൽ ഇത്ര ലക്ഷം കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ വലിയ പ്രതീക്ഷ സഹോദരൻ മൊത്തം വിറ്റു. നാട്ടിലത്തെ മുഴുവൻ സ്ഥലങ്ങൾ വിറ്റു, വീട് വിറ്റു, ഒക്കെ വിറ്റു, ഇൻവെസ്റ്റ് ചെയ്തു. മനസ്സിലായി? ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് മുന്നോട്ട് പോകില്ല. എന്താണ് അവസ്ഥ എന്ന് മനസ്സിൽ ചിന്തിച്ചു നോക്കും നിങ്ങൾ. അപ്പൊ ഇരുന്ന് ആലോചിക്കണം, എനിക്കിത് എന്തുകൊണ്ട് തോന്നി ഇങ്ങനെ ചെയ്യാൻ? എന്തായാലും ഉത്തരം, എനിക്ക് എന്തുകൊണ്ട് തോന്നി ഇങ്ങനെ ചെയ്യാൻ എന്നതിന് ഉത്തരം എന്താണ് സഹോദരങ്ങളെ? നിങ്ങളെ പരീക്ഷിക്കാൻ. ജീവിതത്തിൽ സുന്ദരമായ ഒരു അവസ്ഥയുണ്ടായപ്പോൾ മനസ്സിലാകാത്തത് ജീവിതത്തിൽ ഒരു തടസ്സം വരുമ്പോൾ മനസ്സിലായേക്കാന്നാ പഠിച്ചു വേണ്ടത്. സുഖമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ മനസ്സിലാവാത്തത് ചെറിയ തടസ്സം വരുമ്പോൾ മനസ്സിലാവും. എല്ലാം എന്റെ നിയന്ത്രണത്തിലല്ലെന്ന്, എല്ലാം ഞാൻ വിചാരിച്ച പോലെ നടക്കില്ലെന്ന് മനസ്സിലാകാൻ വേണ്ടി. ഇത് ഞാൻ പറഞ്ഞതല്ല സഹോദരങ്ങളെ, ഖുർആൻ പറഞ്ഞതാണ്. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. വലനബുലുവന്നകും, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. അതിലിപ്പോ ഞാനും കൂടെ ഒഴിവാകും സഹോദരങ്ങളെ. പ്രവാചകന്മാർ പരീക്ഷിക്കപ്പെട്ടുവെങ്കിൽ ഒരു പരീക്ഷണം മരണത്തിന് മുമ്പ് അനുഭവിക്കേണ്ടി വരില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ ഈ ആയത്ത് വെച്ച് നമുക്ക് ആർക്കാ പറ്റുക? അത് രോഗമാകാം, സാമ്പത്തിക നഷ്ടമാകാം, മറ്റെന്തെങ്കിലും പ്രയാസങ്ങളാകാം. എന്നിട്ട് പടച്ചോൻ പറഞ്ഞാൽ എന്താ പറയുക സഹോദരങ്ങളെ? കഷ്ടപ്പെടുത്താനല്ല, ബുദ്ധിമുട്ടിക്കാനല്ല, നിങ്ങളെ തിരിച്ചറിയാൻ, പരലോകത്ത് എവിടെ എത്തണമെന്ന് അള്ളാഹുവിന്റെ മനസ്സിലാക്കാൻ. അതിനാ പറയുന്നത് അതുകൊണ്ട് ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക എന്നവർ. നമ്മളെ പരീക്ഷിക്കാൻ സഹോദരങ്ങളുടെ ജീവിതത്തിൽ ചില തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വരും. അപ്പൊ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഞാൻ വെറുതെ അല്ല, ആഗ്രഹിച്ച് പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയത്ത് സഹോദരങ്ങൾ ഒരു കുഞ്ഞിനെ തന്നു, അധികം വൈകാതെ അള്ളന്നെ തിരിച്ചു കൊണ്ടുപോയി. എന്തിന് തന്നു? തിരിച്ചെടുക്കാൻ. എന്തിന് തന്നു? തിരിച്ചെടുക്കാൻ. സഹോദരങ്ങളെ, ചോദ്യം പ്രസക്തമല്ല. ഇവിടെ നമ്മുടെ കൺമുന്നിൽ വരുന്ന ഓരോന്നിലും അള്ളാഹുവിന്റെ ഒരു പരീക്ഷണം നിലനിൽക്കുന്നു, പറയാതിരിക്കാൻ പറ്റൂല. എന്തു കാര്യത്തിലും അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ പലപ്പോഴും ജീവിതത്തിന്റെ പല ഉത്തരങ്ങളും നമുക്ക് കിട്ടാതെ പോകുന്ന, ജീവിതകാലം മുഴുവൻ പ്രാർത്ഥിച്ചിട്ടും സന്താന സൗഭാഗ്യമില്ലാതെ ജീവിക്കേണ്ടി വന്നവർ, കുട്ടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ബോധപൂർവം കുട്ടികൾ വേണ്ടെന്ന് തീരുമാനിച്ച് അവസാനിപ്പിച്ചവർ അപ്പുറത്ത് നിൽക്കുമ്പോൾ ഒരു കുട്ടിക്ക് വേണ്ടി ജീവിതം മുഴുവൻ പ്രാർത്ഥിച്ചിട്ടും കിട്ടാത്തവർ, ചിലതൊക്കെ പടച്ച തമ്പുരാൻ ഈ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ശരിയായ തിരിച്ചറിവോടുകൂടെ ജീവിക്കണം. അല്ലെങ്കിൽ എന്തായാലും ഇതുവരെ ജീവിച്ചില്ലെങ്കിൽ ഇനി ജീവിക്കണം, അല്ലെങ്കിൽ നഷ്ടയിക്കാരം, നഷ്ടമായിരിക്കും നമ്മുടെ ജീവിതം. അത് തിരിച്ചറിയാൻ ഖുർആൻ നമ്മോട് പറയാണ്. അതിന് മലക്ക് വന്ന് മരണമാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താതെ തന്നെ ജീവിതം സഹോദരങ്ങളെ ഖുർആൻ എന്നുള്ള ആയത്തുകളുടെ ബോധ്യപ്പെടല്ലേ നല്ലത്. ഒന്ന് ജീവിതത്തെക്കുറിച്ച് നമ്മൾ അറിയേണ്ടത്, ഇതിവിടെ കാലാകാലം ഉണ്ടാവില്ല, കാലാകാലം ശാശ്വതമായി ഉണ്ടാവൂല എന്ന് മാത്രമല്ല സഹോദരങ്ങളെ, എപ്പോഴാണ് അവസാനിക്കാന്ന് എനിക്കും നിങ്ങൾക്കും അറിയില്ല. അത് ഏറ്റവും വലിയ പ്രശ്നം. എപ്പോഴാണ് അവസാനിക്കാന്ന് നമുക്കറിയില്ല. ഏറ്റവും നല്ലത് എന്താ അറിയെങ്കിൽ, ഇന്നത്തെ രാത്രി നാളത്തെ പ്രഭാതമില്ലെന്ന് വിചാരിച്ചിട്ടൊന്ന് മനസ്സോട് ആലോചിച്ച് നോക്കുക. അപ്പൊ നമ്മൾ ഭാര്യനോട് പറയും, കുറച്ച് കാര്യങ്ങൾ ആ ഡയറിയിൽ എഴുതിക്കോ, ഇന്ന ഇവിടെ കുറച്ച് കടങ്ങളുണ്ട്, നാട്ടിൽ ഇന്നതൊക്കെയാണ് ഉള്ളത്, നിന്റെ ഒരു ധാരണയിൽ ഉണ്ടായിക്കോട്ടെ അപ്പൊ പറയും. ഇതുവരെ പറയാത്തത് എന്താ സഹോദരങ്ങളെ? നമ്മുടെ ഭാര്യക്കറിയാത്ത പല കടങ്ങളും നമ്മൾക്കില്ലേ? എന്താ പറയാത്തത്? മരിക്കില്ലെന്ന് വിചാരിക്കുന്നു നാം. എല്ലാം വീട്ടാൻ ഞാൻ ഉണ്ടാകും ഇവിടെ, എല്ലാം പരിഹരിക്കാൻ ഞാൻ ഉണ്ടാകും ഇവിടെ. എന്നാൽ ഇന്നു രാത്രി ഉറങ്ങിയാൽ നാളെ ഉണരുമെന്നെന്ത് ഉറപ്പ് സഹോദരങ്ങളെ? അതുകൊണ്ടല്ലേ നഫ്സി, പടച്ചോനെ, അഥവാ നീ രാത്രി നീ എന്റെ ആത്മാവിനെ പിടിച്ചിട്ട് തരുന്നില്ലെങ്കിൽ ഫർഹംഹ, കരുണ കാണിക്കണേ ആ ആത്മാവിനോട് എന്ന് പ്രാർത്ഥിക്കണം. എന്തുകൊണ്ടാ? നേരം വെളുക്കുമ്പോൾ ഉണരുമെന്ന് ഉറപ്പില്ലാഞ്ഞിട്ടാണ് സഹോദരങ്ങളെ. അതുകൊണ്ടാ പറയണത്. ആ ഒരു ബോധത്തോടുകൂടെ അവസാനിക്കുന്നുണ്ട്. എത്ര മനോഹരമായിട്ടാണ് ഖുർആൻ പറയുന്നത്. ജീവിതം ശാശ്വതമാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കാനുള്ള കാരണം എന്താണെങ്കിൽ ജീവിതത്തിന്റെ പ്രശോഭയാണെന്നാണ് ഖുർആൻ പറയുന്നത്. ജീവിതത്തിന്റെ പ്രശോഭ, അതായത് നല്ലൊരു വീട്, ആ വീട് മുറ്റം, വളർന്നു വരുന്ന നമ്മുടെ കുട്ടികൾ, വിചാരിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നല്ല മഴയത്ത് നന്നായിട്ട് കായ്ച്ചു നിൽക്കുന്ന ഇലകൾ വിടർന്നു നിൽക്കുന്ന പച്ചപ്പുള്ള നല്ല കാറ്റത്ത് വീഴാതെ നിൽക്കുന്ന ഒരു മരം,
എത്ര മനോഹരമായ പ്രശോഭിച്ചൊരു മരം. അത് കാണുമ്പോൾ സ്വാഭാവികമായും സഹോദരങ്ങളെ നമ്മുടെ മനസ്സിൽ ചിന്തിക്കും ആ മരത്തിന്റെ ശാശ്വതത്തെക്കുറിച്ച്. അങ്ങനെ തന്നെ ജീവിതത്തിന്റെ കാര്യങ്ങളൊക്കെ നന്നായി നടന്നു പോകുമ്പോൾ മനുഷ്യന്റെ മനസ്സിലുള്ളൊരു വിചാരമാണിത്. അത് ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ജീവിതം എന്താണെന്ന് എത്ര മനോഹരമായിട്ടാണ് ഖുർആൻ പറഞ്ഞത്. ഇഅ്ലമൂ, പഠിച്ചു വെച്ചോ, മനസ്സിലാക്കി വെച്ചോ എന്നാണ്. അറിയാൻ തന്നെയാണ് പഠിച്ചോൻ പറഞ്ഞത്. അറിഞ്ഞോന്ന് പറഞ്ഞ് പഠിച്ചോൻ പറഞ്ഞുതരാണ്. ഇഅ്ലമൂ അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഇബും വലഹുവും വസീനത്തും വതഫാഖുറും ബൈനക്കും വതകാതുറും ഫിൽ അംവാലി വൽ ഔലാദ് അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഇബും വലഹുവ്. ഇഹലോക ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു കളി, അതേപോലെ തന്നെ സഹോദരങ്ങളെ ഒരു വിനോദം. ഇത് എപ്പോഴാ മനസ്സിലാവുക അറിയങ്ങള്? ജീവിതം പെട്ടെന്ന് തീരുമ്പോൾ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും സഹോദരങ്ങളെ ഒരു കളിയുടെയോ വിനോദത്തിന്റെയോ അവസ്ഥയെ നമുക്ക് മനസ്സിൽ കാണാൻ പറ്റും. നമ്മൾ വളരെ ഗൗരവമായിട്ട് ഓഫീസിൽ പോയത്, നമ്മൾ വളരെ ഗൗരവമായിട്ട് നമ്മുടെ കുട്ടികളെ കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷേ ജീവിതത്തിന്റെ സമാപനം കുറിക്കുമ്പോൾ നമുക്കറിയാം അതൊക്കെ ജീവിതത്തിലെ താല്പര്യങ്ങളും ജീവിതം നിലനിർത്താൻ വേണ്ടി ചില പ്രതീക്ഷകളും പരിപാടികളും ആയിരുന്നു. തക്കാത്തുറും ഫിൽ അംവാലി വൽ ഔലാദ്, സ്വത്തിലും സന്താനങ്ങളൊക്കെ ഉള്ള മത്സരം നമ്മുടെ മനസ്സിൽ ഓരോരുത്തരെ കാണുന്നു. അവനേക്കാളും നല്ലൊരു ബിസിനസ്സുകാരനാകാൻ നമ്മൾ പരിശ്രമിക്കുന്നു ഒക്കെ ഉണ്ട്. അള്ളാഹു എത്ര മനോഹരമായി പറഞ്ഞു, മസലി ഗൈസിൻ, മഴ പോലെ. മഴ പെയ്തു കഴിഞ്ഞാൽ, മഴയുടെ നനവ് തട്ടിയാൽ ഭൂമിക്ക് എന്തൊരു ചൈതന്യം, അതിൽ വിരിഞ്ഞു നിൽക്കുന്ന മരങ്ങൾക്ക് എന്തൊരു കരുത്ത് സഹോദരങ്ങളെ. എത്ര പ്രശോഭിച്ചാണ് അത് നിന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറയാണ്, ആ നല്ല കൃഷിഭൂമിയിൽ നന്നായി നിൽക്കുന്ന ഫലങ്ങളെയും കൃഷികളെയും കാണുമ്പോൾ അഅജബൽ കുഫാറ നബാതുഹു, അഅജബൽ കുഫാറ നബാതുഹു, ആ കൃഷിക്കാരനെ ആശ്ചര്യപ്പെടുത്തും. ഇതൊക്കെ ഞാൻ ചെയ്ത പ്രവർത്തനമായിട്ട് ഉണ്ടായത് തന്നെയാണോ എന്ന് കാഴ്ച നിൽക്കുന്നവൻ അന്താളിച്ചു നിൽക്കും. സഹോദരങ്ങളെ, ആശ്ചര്യപ്പെടുന്നു നാം നമ്മുടെ ജീവിതത്തെക്കുറിച്ച്. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് കൃഷിഭൂമി കണ്ട കൃഷിക്കാരനെ പോലെ അത്ഭുതപ്പെടുന്നു നിൽക്കുന്നു. പക്ഷേ ആ കൃഷിക്കൊരു പരിണിതിയുണ്ട്, നമുക്കുമുണ്ട് ആ പരിണിതി. സഹോദരങ്ങളെ, ഓരോ നിമിഷവും ഞാൻ രോഗിയാവുകയാണ്, എനിക്ക് പ്രായമാവുകയാണ്. ഓരോ സന്ദർഭത്തിലും എന്റെ സാമ്പത്തിക ബാധ്യതകൾ വർദ്ധിക്കുകയാണ്. ഓരോ ജീവിത സാഹചര്യത്തിലും ഞാൻ പിറകോട്ടേക്ക് പോവുകയാണ്. അള്ളാഹു പറയുന്നു, ആ മനോഹരമായ ആ മരത്തെ നിങ്ങൾ നോക്കൂ, അത് മെല്ലെ ഉണങ്ങാൻ തുടങ്ങി, മഞ്ഞ നിറം വരാൻ തുടങ്ങി. പിന്നെ അത് തുരുമ്പുകളാകാൻ തുടങ്ങി. സഹോദരങ്ങളെ, ആയത്ത് അവസാനിക്കുന്നില്ല, അടുത്ത വാചകം നോക്കണം നിങ്ങൾ. വഫിൽ ആഖിറതി അദാബുൻ ശദീദും വമഗ്ഫിറത്തും മിനല്ലാഹ് വമഗ്ഫിറത്തും മിനല്ലാഹി വരിദ്വാൻ വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ വഫിൽ ആഖിറതി അദാബുൻ ശദീദ്. ഇലകൾ കൊഴിഞ്ഞു പോയി, അതിന്റെ തടികൾ നുരുമ്പിച്ച് നിലത്ത് കിടക്കുന്നതിനെ ചൂണ്ടിക്കാണിച്ച് അല്ലാഹു പറയുന്നു, ഇതാണ് നിന്റെ പരിസമാപ്തി, ആരോഗ്യമുള്ള ശരീരത്തിന്റെ പരിസമാപ്തി, എല്ലാ പ്രതാപവും നിറഞ്ഞു നിൽക്കുന്ന നിന്റെ കുടുംബത്തിന്റെ പരിസമാപ്തി, ആവേശകരമായ നിന്റെ സാമ്പത്തിക മുന്നേറ്റത്തിന്റെ പരിസമാപ്തി. മഴ പറ്റിയപ്പോൾ, മഴ പോയപ്പോൾ, ഇല കൊഴിഞ്ഞു വീഴാൻ കാത്തു നിൽക്കുന്ന, ഇതളൊടിഞ്ഞു വീണുപോയ അതിന്റെ ശക്തമായ കാണ്ഡങ്ങൾ പോലും നുരുമ്പി കാറ്റിൽ പറന്നുകൊണ്ടിരിക്കുന്ന തദറൂഹുറിയാഹ്, ഇതാണ് ജീവിതത്തിന്റെയും പരിണിതി. എന്നാൽ മരത്തിന്റെ പരിണിതി പോലെയല്ല, നിന്റെ പരിണിതിക്കപ്പുറത്ത് രണ്ടവസ്ഥകളേ ഉള്ളൂ. ഒന്നുകിൽ കഠിനമായ ശിക്ഷയാണ് കാത്തിരിക്കുന്നത് ദുഷിച്ച കർമ്മങ്ങൾക്ക്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ തൃപ്തിയും പാപമോചനവുമാണ് കാത്തിരിക്കുന്നത്. അള്ളാഹുവിന്റെ പാപമോചനവും പ്രതിഫലവും നേടുവാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഈ ജീവിതത്തെ ആശ്ചര്യപ്പെട്ട് അത്ഭുതപ്പെട്ട് കളിയും വിനോദവുമായി ഉപയോഗിച്ചാൽ വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, പരലോകത്തെ നഷ്ടപ്പെടുത്തുവാൻ, പരലോകത്തെ അശ്രദ്ധമാക്കുവാൻ, ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ നമ്മളെ പിന്തിരിപ്പിക്കുവാനുള്ള, ലക്ഷ്യം തെറ്റിക്കുവാനുള്ള വഞ്ചനയുടെ വിഭവങ്ങൾ മാത്രമാണ് ഇഹലോക ജീവിതം. പടച്ചോന പറഞ്ഞിന്റെ സഹോദരങ്ങളെ, ആ പരിസമാപ്തിയെ നമ്മൾ മനസ്സിൽ കാണണം. ഈ ശരീരം എവിടേക്ക് പോകുന്നു, ഈ ജീവിതം എവിടേക്ക് പോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എന്താ സഹോദര, മരണത്തിന്റെയും ജീവിതത്തിന്റെയും ഇടയിൽ നന്മയുടെയോ തിന്മയുടെയോ പരീക്ഷണങ്ങളുടെ ഒരു ജീവിതം, എല്ലാറ്റിലും അതാണ്. നിങ്ങളുടെ കുട്ടികൾ നല്ല പദവികൾ നേടിയപ്പോൾ നിങ്ങൾ ചിരിച്ചു, ആ കുട്ടികൾക്ക് പ്രതികൂലാവസ്ഥ ഉണ്ടായപ്പോൾ കരഞ്ഞു. സാമ്പത്തിക വിജയങ്ങൾ കിട്ടിയപ്പോൾ നാം ആഹ്ലാദിച്ചു,
പരാജയങ്ങളിൽ നാം ഉറങ്ങാതിരുന്നു. ഇത്തരം അനുകൂലവും പ്രതികൂലവുമായ അവസ്ഥകളുടെ കൂട്ടായ്മയാണ് അത്രേ ജീവിതം. ആരെ പറഞ്ഞു? പടച്ചോൻ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവരും മരണത്തെ അനുഭവിക്കുക തന്നെ ചെയ്യും. വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, നന്മകളെ കൊണ്ടും തിന്മകളെ കൊണ്ടും ഞാൻ നിങ്ങളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. വഇലൈനാ തുർജഊൻ, നമ്മളിലേക്ക് നിങ്ങൾ മടക്കപ്പെടും. മരിക്കുന്നത് വരെ കുറച്ച് പരീക്ഷണങ്ങൾ. ചില ആളുകളെ തെറ്റിദ്ധരിച്ചു സഹോദരങ്ങളെ, രോഗങ്ങളും കഷ്ടപ്പാടുകളും സാമ്പത്തിക നഷ്ടങ്ങളും മാത്രമാണ് പരീക്ഷണം. സഹോദരങ്ങളെ, അതിനേക്കാളും വലിയ പരീക്ഷണമാണ് എന്തെങ്കിൽ ജീവിതത്തിൽ പ്രയാസമൊന്നുമില്ലാത്ത ഈ പോക്ക്, തടസ്സങ്ങളൊന്നുമില്ലാതെ വിചാരിച്ചൊക്കെ നടക്കുക. നമ്മുടെ കുട്ടികളൊക്കെ രാജകൊട്ടാരത്തിലെ കുട്ടികളെ മാതിരി സുഖസുന്ദരമായി ആഗ്രഹിച്ചതൊക്കെ സാക്ഷാത്കരിച്ച് ജീവിക്കാം. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഈ പോണതിനെ പറ്റി അതല്ലെങ്കിൽ സഹോദരങ്ങളെ, ജീവിതത്തിന്റെ മഹാനുഗ്രഹങ്ങളിൽ രാജകീയമായ ജീവിത സുഖങ്ങളിൽ നിലനിൽക്കാൻ ഒരു പ്രവാചകൻ അള്ളാഹു അവസരം കൊടുത്തിട്ടുണ്ട്. ആ പ്രവാചകൻ തന്റെ സുഖാനുഗ്രഹങ്ങളെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞത് ഖുർആനിൽ എന്നെയും നിങ്ങളെയും കേൾപ്പിച്ചിട്ടില്ലേ പടച്ചോൻ? ഹദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുറു. ഹദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബ് തന്ന ഔദാര്യങ്ങളാണ്. ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുറു, ഞാൻ നന്ദി ചെയ്യുമോ നന്ദി കേട് കാണിക്കുമോ എന്നറിയാൻ എന്റെ റബ്ബ് തന്ന അനുഗ്രഹങ്ങളാണിത്. സഹോദരങ്ങളെ, ഒക്കെ ചോദിക്കും, യാതൊരു സംശയക്കാര്യത്തിൽ വേണ്ട. നമ്മൾ ഏറ്റവും ബേജാറാവേണ്ടത് എങ്ങനെയാണ്? നിങ്ങൾ ജീവിതത്തിലെ സുഖാനുഗ്രഹങ്ങളെ കുറിച്ചൊരു ചോദ്യം ചോദിക്കും സഹോദരങ്ങൾ. എന്തിനെ നല്ല AC കിടന്നുറങ്ങി എന്നാ ചോദിക്കണത്? എന്തിനെ നല്ല 40 ലക്ഷത്തിന്റെ കാർ ഉപയോഗിച്ചു എന്നാ ചോദിക്കണത് സഹോദരങ്ങളെ? അല്ല, 4 ലക്ഷത്തിന്റെ കാറ് തന്നിട്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും വാഹനത്തിൽ സഞ്ചരിക്കാത്ത ഒരുത്തൻ ചെയ്യാത്ത എന്തു കാര്യം നീ ചെയ്തു? ഏറ്റവും അത്യുന്നതമായ ജീവിത സൗകര്യങ്ങൾ നിനക്ക് ഏർപ്പെടുത്തി തന്നിട്ട് അതിൽ ജീവിച്ച നിന്റെ മക്കൾക്ക് ഭൗതിക ജീവിതത്തിന്റെ സ്വർഗം തീർത്തപ്പോൾ അള്ളാഹുവിന്റെ നിയമമായ വിശുദ്ധ ഖുർആനിനോടും പ്രവാചക ചര്യയോടും ദീനിനോടും മക്കൾക്ക് നീ എന്ത് പ്രതിബദ്ധതയുണ്ടാക്കി? പടച്ചോൻ ചോദിക്കുന്ന ചോദ്യം അതല്ലേ സഹോദരങ്ങളെ? പടച്ചോൻ തന്നത് നമ്മൾ കഴിക്കുകയും കുടിക്കുകയും അനുഭവിക്കുകയും ചെയ്താൽ അതെന്തിനേന്ന് ചോദിക്കൂ. കാർ വാങ്ങാനാ പടച്ചോൻ കാശ് തന്നത്. കാർ വാങ്ങാൻ നമുക്ക്, വീട് വെക്കാൻ നമുക്ക്, നല്ല ഭക്ഷണം കഴിക്കാൻ നമുക്ക്. പക്ഷെ സഹോദരങ്ങളെ, അത് ഇല്ലാത്തവർക്ക് ഇടയിൽ അത് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഒരു ചോദ്യം. അതുകൊണ്ടാണ് സൂറത്തു തകാസുറിൽ അള്ളാഹ് പറയുന്നത്, വായിക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും. ഏതീ പെരുമ നടിച്ച മറ്റൊന്നും ചിന്തിക്കാത്ത അശ്രദ്ധമായ ജീവിതത്തെ കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹ് പറഞ്ഞു എന്താ? ഒറ്റ ചോദ്യത്തും അവസാനിച്ചു മാത്രം മനസ്സിലുണ്ടായാൽ മതി. അൽഹാകുമുത് തകാതുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. അൽഹാകുമുത് തകാതുർ, പരസ്പരം പെരുമ നടിക്കൽ നിങ്ങളെ അശ്രദ്ധമാക്കിയിരിക്കുന്നു. നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ നോട്ടം നിങ്ങളെക്കാളും തൊട്ടു മുന്നിൽ നിൽക്കുന്നവനോടൊപ്പം എത്താനാണ്. ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം അടിസ്ഥാന കാര്യങ്ങളെ തൊട്ട് നിങ്ങളെ മറപ്പിച്ചിരിക്കുന്നു, നിങ്ങളെ അശ്രദ്ധമാക്കിയിരിക്കുന്നു. ഈ അശ്രദ്ധയിൽ നിന്നുണരാതെ പോയാൽ ഹത്താ സുർതുമുൽ മഖാബിർ, അതിന്റെ പരിസമാപ്തി നിങ്ങളുടെ സെമിത്തേരിയാണ്, നിങ്ങളുടെ ചുടലക്കളമാണ്, നിങ്ങളുടെ കബറാണ്, നിങ്ങളുടെ അതിന്റെ പരിസമാപ്തി. കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ, നിങ്ങൾ മനസ്സിലാക്കും, നിങ്ങൾ മനസ്സിലാക്കും. കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ, ദൃഢമായ അറിവുണ്ടായിരുന്നുവെങ്കിൽ ലതറവുന്നൽ ജഹീം, നരകത്തെ കാണുക തന്നെ ചെയ്യും. ജീവിതത്തിന്റെ തിരക്കിൽ, സമ്പത്തിന്റെ പാച്ചിലിൽ, സുഖാനുഗ്രഹങ്ങളിൽ നരകത്തെ കണ്ണുകൊണ്ട് കാണുമെന്നോർക്കണം. എന്നിട്ട് അല്ലാഹ് പറയുന്നു, വാങ്ങിക്കോ, എല്ലാം സമ്പാദിച്ചോ, എല്ലാം നിന്റേതാക്കിക്കോ, പക്ഷേ സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, സുഖാനുഗ്രഹങ്ങളെ കുറിച്ച് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. ചോദിക്കും സഹോദരങ്ങളെ. ഒരു തണുത്തൊരു ഗ്ലാസ് വെള്ളം തണുപ്പിക്കാതൊട്ടും കുടിച്ചു, നമ്മൾ തണുപ്പിച്ചു കുടിച്ചാൽ തണുപ്പിച്ചു കുടിച്ചവരൊരു കടപ്പാട് പടച്ചവനോടുണ്ട്. ഒരു സംശയവും വേണ്ട സഹോദരങ്ങളെ. ഏതു ജീവിത സൗകര്യങ്ങൾക്കും ഒരു ചോദ്യം പടച്ചവൻ ചോദിക്കും. തികഞ്ഞ ബോധത്തോടുകൂടെ ജീവിച്ചാൽ പരലോകത്ത് നമുക്ക് അതിന്റെ ഒരു വ്യത്യാസം അനുഭവിക്കാൻ പറ്റും. അപ്പോൾ അനുകൂലവും പ്രതികൂലവുമായ എല്ലാം പരീക്ഷണമാണ്. അപ്പൊ എല്ലാം സുഖമായി കിട്ടുമ്പോൾ പരീക്ഷണമൊന്നുമില്ല പറയുന്നത്, അത് വലിയ പരീക്ഷണ സഹോദരങ്ങളെ. ഒരു പക്ഷേ ജീവിത പ്രതിസന്ധികളിൽ പടച്ചോനെ ഓർക്കുന്ന പോലെ ജീവിതാനുഗ്രഹങ്ങളിൽ ചിലപ്പോൾ ഓർക്കാതെ പോയേക്കാം. അതുകൊണ്ടാണ് പടച്ചോൻ പറഞ്ഞ് അനുഗ്രഹം തരുന്നതും ഞാൻ തന്നെയാണ്. അനുഗ്രഹം തരുമ്പോൾ ആൾക്കാരെന്താ വിചാരിക്കാരോ? ഇതെന്റെ വക നേടിയതാണെന്നേ വിചാരിക്കുള്ളൂ.
അനുകൂലമായതൊക്കെ നമ്മളെ സാമർത്ഥ്യം, പ്രതികൂലമായതൊക്കെ പടച്ചോൻ. അങ്ങനെ നമ്മൾ പടച്ചോൻ തിരിച്ചാ പറഞ്ഞത്, പ്രതികൂലമായതൊക്കെ നിങ്ങളാണെന്ന്. ഫമാ ബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, ഫമാ ബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. അനുഗ്രഹങ്ങളിൽ നിന്നും നിങ്ങൾക്ക് എന്തു ലഭിക്കുന്നുവോ ഫമിനല്ലാഹ്, അത് അല്ലാഹുവിൽ നിന്നാണ്. നമ്മൾ തിരിച്ചറിയണം സഹോദരങ്ങളെ. ജീവിതത്തിന്റെ ഒരു നിമിഷവും പരീക്ഷണമായിട്ടല്ലാതല്ല. വെറുതെ വേണമെങ്കിൽ നമുക്ക് ഉദാഹരണങ്ങൾ പറയാം. ജീവിതത്തിൽ പരീക്ഷിക്കപ്പെടുന്ന പല രംഗങ്ങളുണ്ട്. ഒന്നെന്താ അറിയോ നിങ്ങൾ? ധാർമ്മിക ജീവിതമാണ്, സദാചാര ജീവിതം. സഹോദരങ്ങളെ, പരീക്ഷിക്കപ്പെടും. പരാജയപ്പെട്ടാൽ വലിയ നഷ്ടീകാരവിടെ. കാരണം പരസ്യങ്ങളല്ലേ മറ്റുള്ളവർ അറിയുന്നുള്ളൂ, രഹസ്യങ്ങൾ ആരും അറിയുന്നില്ല. അവിടെ സഹോദരങ്ങളെ ഏറ്റവും വലിയ പരീക്ഷണം നടക്കുക രഹസ്യ ജീവിതത്തിലാണ്. നമ്മുടെ കിടപ്പറകളിൽ നാം ഒറ്റയ്ക്കാകുമ്പോൾ, നമ്മുടെ ഓഫീസിൽ, നമ്മുടെ റോട്ടിൽ, നമ്മുടെ അങ്ങാടിയിൽ, നമ്മുടെ നെറ്റിന്റെ സ്ക്രീനിന് മുന്നിൽ നാം പരീക്ഷിക്കപ്പെടുകയാണ്. ഇത് പരീക്ഷിക്കപ്പെടുന്നുള്ളതിന് പടച്ചോൻ ഖുർആൻ പറഞ്ഞെന്ന ആളാരങ്ങൾ യൂസുഫ് നബി അലൈഹി സ്വലാമിലാണ്. യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ആ പരീക്ഷണത്തിന്റെ മുൾമുനയിൽ നിർത്തി പടച്ചോൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. സഹോദരങ്ങളെ, പരീക്ഷിക്കപ്പെട്ടേക്കാം, പതറിപ്പോകരുത്. പലരും ജീവിതത്തിന്റെ വഴിയിൽ നിന്ന് തിരിഞ്ഞു പോയത് ആ സ്വകാര്യ ജീവിതങ്ങളുടെ പരീക്ഷണങ്ങളിലാണ്. യൂസുഫ് നബി താമസിക്കുന്ന വീട്ടിന്റെ ഉടമസ്ഥ അവൾ അവനെ വശീകരിക്കാൻ വേണ്ടി ശ്രമിച്ചു. വശീകരിച്ചവൾ എന്തു ചെയ്തു? വാതിലുകളെ കൊട്ടിയടച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ഹൈത്തലക്ക് വരൂ, വരൂ എന്ന് വിളിച്ചു. സഹോദരങ്ങളെ, ആ പരീക്ഷണത്തെ എങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാം അതിജീവിച്ചു? അത് നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. യൂസുഫ് നബി ആ നിമിഷം പറഞ്ഞു, അല്ലാഹുവിൽ ശരണം. നാഥാ, തെറ്റുകൾക്ക് കീഴ്പ്പെട്ടു പോകുന്ന പ്രതികൂല സാഹചര്യത്തിന്റെ മുന്നിലാണ് ഞാൻ. അല്ലാഹുവേ, നീ എന്നെ രക്ഷിക്കണേ എന്ന് അദ്ദേഹം അല്ലാഹുവോട് അഭ്യർത്ഥിച്ചു. മാത്രമല്ല, അദ്ദേഹം ഓർത്തു മനസ്സിൽ, ഇന്നഹു റബ്ബി അഹ്സന മത്വായ, ഈ വീട്ടിലെല്ലാ സൗകര്യങ്ങളും തന്ന് എന്നെ താമസിപ്പിച്ച, എന്റെ സങ്കേതം നന്നാക്കിയ എന്റെ യജമാനനോടുള്ള നന്ദികേടായിരിക്കും ഇപ്പോൾ ഞാൻ തെറ്റിലേക്ക് വഴുതിപ്പോയാൽ. എന്നെ താമസിപ്പിച്ച, എനിക്ക് നല്ല താമസങ്ങൾ ഒരുക്കിയ ഈ കൊട്ടാരത്തിലെ രാജ്ഞി ക്ഷണിക്കുന്ന തിന്മയിലേക്ക് ഞാൻ പോയാൽ എന്നെ ഏൽപ്പിച്ച ഈ വീട്ടിന്റെ ഉടമസ്ഥനെ ഞാൻ വഞ്ചിക്കുകയായിരിക്കും. അയാളാണ് എനിക്ക് ജീവിത സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയത്. അതുകൊണ്ട് പതറാൻ പറ്റിയ സമയമല്ലിപ്പോൾ, ഞാൻ എന്റെ മനസ്സു മാറാൻ പറ്റിയ സമയമല്ലപ്പോൾ. മാത്രമല്ല, മൂന്നാമത് അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്ന കാര്യം, ഈ സമയമെങ്ങാനും ഞാൻ ഈ ദുർബല നിമിഷങ്ങളിൽ ഒരു തെറ്റിനു കീഴ്പ്പെട്ടാൽ ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ, അക്രമികൾക്ക് വിജയമില്ല. ഒരു തെറ്റു ചെയ്തവന് വിജയമില്ല. ആ തെറ്റു പരാജയത്തിലേക്കുള്ള വഴി തുറക്കും, അത് തിന്മയിലേക്കുള്ള വഴി തുറക്കും, അത് മാർഗഭ്രംശവും വ്യതിയാനവും ഉണ്ടാക്കും, ജീവിതം വഴിവിട്ടു പോകും. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പതറിപ്പോകാൻ പാടില്ല. സഹോദരങ്ങളെ, വലഖദ് ഹമ്മത് ബി വഹമ്മ ബികാ ലൗലാ അൻ റആ ബുർഹാന റബ്ബി കദാലിക നസ്രിഫ അൻഹു സ്സൂഅ വൽ ഫഹ്ശാ ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ. വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബികാ, ആ സന്ദർഭത്തിൽ അവൾ അവനെ ആഗ്രഹിച്ചു. അള്ളാഹുവിന്റെ അടുക്കൽ ഒരു പ്രമാണം ഉണ്ടായിരുന്നില്ലെങ്കിൽ അവൻ അവളെയും ആഗ്രഹിച്ചു പോകുമായിരുന്നു. പക്ഷേ പടച്ചവനൊരു തടസ്സമുണ്ടാക്കി. ലൗലാ അൻ റആ ബുർഹാന റബ്ബി, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഒരു തടസ്സം, ഒരു പ്രമാണം അദ്ദേഹത്തിനുണ്ടായി. കദാലിക ലിനസ്രിഫ അൻഹു സ്സൂഅ വൽ ഫഹ്ശാ, അങ്ങനെയാണ് തിന്മകളിൽ നിന്ന് അള്ളാഹു തെറ്റിച്ചു കളയുന്നത്. ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ, ആ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് പറ്റിയത്, അദ്ദേഹം നിഷ്കളങ്കരായ അടിമകളിൽപ്പെട്ടവനായിരുന്നു. സുഹൃത്തുക്കളെ, പരാജയപ്പെട്ടപ്പോഴെങ്കിലും വ്യക്തിപരമായ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടു. നമ്മുടെ കൺമുന്നിൽ അവസരങ്ങൾ തേടി വന്നപ്പോൾ സഹോദരങ്ങളെ പതറിപ്പോയോ? ആരും കാണാത്ത സ്വകാര്യ നിമിഷങ്ങളിൽ ഈ ചിന്തകളെ കൊണ്ട് നാം പിൻവാങ്ങിയോ? ഇനിയും വരും ജീവിതത്തിൽ അവസരങ്ങൾ. തെറ്റിപ്പോയാൽ സഹോദരങ്ങളെ, വ്യഭിചാരം അത്ര മാരകമാണ്. ഖബറിൽ ഉയർത്തെഴുന്നേൽപ്പ് നാളുവരെ
അടുപ്പ് പോലുള്ള ഒന്നിൽ തീ കത്തുന്നതിൽ നഗ്നരായി കിടന്നു മറിയുന്ന അവസ്ഥയിൽ ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ. നാളെ പരലോകത്ത് ശിർക്കും കൊലപാതകവും കഴിഞ്ഞാൽ ഏറ്റവും വലിയ പാപമായി എണ്ണപ്പെടുന്നത് സിനയാണ്, വ്യഭിചാരം. കണ്ണുകൊണ്ടും ഹൃദയം കൊണ്ടും നിരന്തരം വ്യഭിചരിച്ചുകൊണ്ടിരിക്കുന്നവർ, ഓരോ ദിവസത്തിന്റെയും പാപത്തിന്റെ കണക്കില്ലാത്ത എണ്ണം റെക്കോർഡുകളിലേക്ക് ചേർത്ത് വെക്കുന്നവർ. നാം ആത്മാർത്ഥമായ ആത്മപരിശോധന നടത്തണം. കാരണം പടച്ചോൻ നമ്മളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നവൾ, നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നവൾ, നമ്മളെ ഫോണിൽ വിളിക്കുന്നവൾ നമുക്കുള്ള പരീക്ഷണമാണ്. തിരിച്ചറിഞ്ഞില്ലെങ്കിൽ സഹോദരങ്ങളെ പരാജയപ്പെട്ടു പോകും. വ്യക്തിപരമായ പരീക്ഷണങ്ങൾ ധാർമ്മിക രംഗത്ത് വരും. അതുകൊണ്ടാണ് തന്റെ സാഹചര്യങ്ങളിൽ നിന്ന് അതിനെ തിരിച്ചറിഞ്ഞ യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു, പടച്ചോനെ ആ ജയില് മതിനിക്ക്. തിന്മയിലേക്ക് പോകുന്ന സാഹചര്യങ്ങളുള്ള ഒരുത്ത് എന്ത് സൗകര്യമുണ്ടെങ്കിലും എനിക്ക് വേണ്ട, ആ ജോലി എനിക്ക് വേണ്ട, ആ വീട് എനിക്ക് വേണ്ട, ആ അങ്ങാടി എനിക്ക് വേണ്ട, ആ പരിസരം എനിക്ക് വേണ്ട. കാരണം എനിക്ക് ജയിലാണ് ഇഷ്ടം. قال رب السجن احب الي مما يدعونني اليه. അവൻ എന്തിലേക്ക് എന്നെ ക്ഷണിക്കുന്നുവോ അതിനേക്കാളും എനിക്ക് പ്രിയപ്പെട്ടത് ജയിലാകുന്നു. വഇല്ലാ തസ്രിഫ് അന്നി കൈദഹുൻ അസ്ബു ഇലൈഹിന്ന വഅകും മിനൽ ജാഹിലീൻ. അവരുടെ കുതന്ത്രങ്ങൾ ഇത് പടച്ചോനെ നീ എന്നെ തെറ്റിച്ച് തന്നിട്ടില്ലെങ്കിൽ ഞാൻ അതിൽ പതിക്കുമായിരുന്നു എന്നാണ്. അപ്പൊ സഹോദരങ്ങളെ, ധാർമ്മിക രംഗത്ത് പരീക്ഷണങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ ചിന്തിക്കുക. ആ പരീക്ഷണങ്ങൾ മാരകമായ പരിണിതി സൃഷ്ടിക്കും. കാരണം അത് ഒരിക്കലല്ല, ഒരു സന്ദർഭത്തിലല്ല, നല്ല സൂക്ഷ്മത. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞു, ഇയ്യാക്കും വദ്ദുഖൂല അലന്നിസാ. പെണ്ണുങ്ങൾ ഉള്ളിടത്ത് കയറി ചെല്ലുമ്പോൾ നല്ല ശ്രദ്ധിച്ചുകൊണ്ട് എന്നാണ്. സഹോദരങ്ങൾ, അത് സ്വന്തം വീട്ടിനുള്ളിലും പ്രശ്നമാണ്, മനസ്സിലായില്ലേ? പുറത്തും പ്രശ്നമാണ്. അയൽപക്കത്ത് ഡോറ് തുറക്കുമ്പോൾ പ്രശ്നമാണ്, അങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ പ്രശ്നമാണ്, ഓഫീസിൽ പ്രശ്നമാണ്, നാം അറ്റൻഡ് ചെയ്യുന്ന കോളുകളിൽ പ്രശ്നമാണ്. നല്ലോം ശ്രദ്ധിച്ചില്ലെങ്കിൽ സഹോദരങ്ങളെ വലിയ നഷ്ടം ജീവിതത്തിൽ നമുക്ക് സംഭവിച്ചു പോകും. മാത്രമല്ല, സാമ്പത്തിക രംഗത്ത് പരീക്ഷണം ഉണ്ടാവും. പൈസ നല്ലോം പടച്ചോൻ തന്നിട്ട് നമ്മളെ പരീക്ഷിക്കാൻ തന്നെയാണ് പടച്ചോൻ സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് തരുന്നത്. അല്ലെങ്കിൽ കൊടുത്തുള്ള സഹോദരങ്ങളെ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലം മുഴുവൻ ഒരു മിസ്കീനായിട്ടാണ് ജീവിച്ചത്. അന്ത പടച്ചോൻ കൊടുക്കാനില്ല. നമുക്ക് ജീവിത സൗകര്യങ്ങൾ തന്നത് ഒരു പരീക്ഷണത്തിന് വേണ്ടി തന്നെയാണെന്ന് തിരിച്ചറിയണം. അപ്പൊ നമ്മുടെ സമ്പത്തിന്റെ ഓരോ പോക്കറ്റിൽ കിടക്കുന്ന ഓരോ റിയാലിലും നമ്മുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകളെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇതൊരു പ്രസംഗിക്കാൻ വേണ്ടി പറയണ സഹോദരങ്ങൾ, ആയത്തല്ലേ നമ്മൾ ഈ ഓതുന്നത്. അതൊക്കെ ജീവിതത്തിൽ നല്ല ചേർത്ത് വെച്ച് ചിന്തിച്ചോളി. ഇപ്പോൾ ബോധ്യപ്പെട്ടാൽ എനിക്കും നിങ്ങൾക്കൊക്കെ ഗുണാണ്, മനസ്സിലായില്ലേ? ഒരു ബുദ്ധിമുട്ടില്ലാതെ വാങ്ങി പോക്കറ്റിൽ ഇടാൻ പറ്റും. പക്ഷെ ആലോചിക്കുക, ഇതിന്റെ കണക്ക് എവിടെ പറയുന്നു? ഒരു പ്രശ്നം ഉണ്ടാവൂല. ഇന്ന ഖാറൂന മിൻ ഖൗമി മൂസ ഫബഗാ അലൈഹിം വആതൈനാഹു മിനൽ കുനൂസ്. നല്ല നിധിശേഖരങ്ങളെ കൊടുത്തു പടച്ചോൻ. ആർക്കരങ്ങള്? മൂസാ നബിന്റെ കൗമപ്പെട്ട കാറൂന് പടച്ചോൻ കൊടുത്തു. സുഹൃത്തുക്കളെ, സൂറത്തു കസൽ നിങ്ങളൊന്ന് വായിച്ചു കൊടുക്കുക. എങ്ങനെയാണ് ഒരു സാമ്പത്തിക പരീക്ഷണം എന്ന് ശരിക്ക് അതിലിങ്ങനെ കാണാൻ പറ്റും. അവൻ നാട്ടിക്കിണ്ട് ഇറങ്ങി വരുമ്പോ അവന്റെ പ്രൗഢിയും അവന്റെ മനോഹാരിതയും കാണുമ്പോൾ നാട്ടുകാരൊക്കെ പറയല്ലേ, എന്താണ് കാറൂന്റെ അവസ്ഥ, ഞമ്മക്കുണ്ടായെങ്കിൽ ഇങ്ങനെ മോഹിക്കാത്ത ഒരാളുമില്ല. എല്ലാവരെയും മോഹിപ്പിക്കുന്ന ജീവിതാവസ്ഥ. നല്ല ശക്തമായ കുറച്ച് സംഘങ്ങള് വേണം അവന്റെ സമ്പത്തിന്റെ. അത് അവർക്ക് പോലും വഹിക്കാൻ പറ്റാത്ത അത്ര. സഹോദരൻ, അവന്റെ ഭണ്ഡാരങ്ങളെ കുറിച്ചാണ് പടച്ചോൻ പറഞ്ഞിരുന്നത്. എന്നിട്ട് നല്ല ജീവിത സുഖങ്ങളിൽ ഇങ്ങനെ പിന്നെ ആഹ്ലാദിച്ച് കഴിയുന്ന പുളകം കൊള്ളുന്ന അവനോട് ആളുകൾ ഉപദേശിച്ച ഉപദേശം ഖുർആൻ പറയാണ്. ഇത് കാലലഹു ഖൗമുഹു ലാ തഫ്റഹ്. അദ്ദേഹത്തിന്റെ ജനത, അവന്റെ ജനത അവനോട് പറഞ്ഞു, നീ പുളകം കൊള്ളേണ്ടതില്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ. പുളകം കൊള്ളുന്നവരെ അല്ലാഹുവിന് ഇഷ്ടമില്ല. സമ്പത്തിന്റെ ജീവിതാവസ്ഥ കൊണ്ട് സഹോദരങ്ങളെ, കാരണം നടത്തത്തിൽ അത് കാണും, നോട്ടത്തിൽ അത് കാണും, മക്കളെ കാര്യം പറയുമ്പോൾ അത് കാണും. ആ സമ്പത്തിന്റെ ഒരു മികവ്, ആ ഒരു പവറ് ശരിക്കും ഇങ്ങനെ കാണിച്ചിട്ടാണ് സഹോദരങ്ങൾ നടക്കൽ. ആൾക്കാർ ഒന്നിങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നത് നല്ലതാണ്. അത് കണ്ടപ്പോൾ ആളുകൾക്ക് മോഹമുണ്ടായി എന്നാ വേണം. എന്നാൽ അയാളുടെ ആ പരീക്ഷണത്തിൽ അയാളുടെ മനസ്സ് സഹോദരങ്ങൾ നമ്മൾ ആർക്കെങ്കിലും ഉണ്ടോന്ന് നമ്മൾ പരിശോധിക്കണം. കാരണം ഭൂമിയിൽ മറ്റൊന്നും കാണാതെ ഒരു കിളറിയ മണ്ണ് മാത്രം മുകളിൽ കാണത്തക്ക വിധത്തിൽ അവന്റെ കൊട്ടാരങ്ങൾ അല്ലാഹു ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞു. എന്തേ പ്രശ്നം? സ്വത്ത് കിട്ടിയപ്പോഴുള്ള മനസ്ഥിതി. എന്താ മനസ്ഥിതി? എന്റെ സ്വത്തൊക്കെ എന്റെ സാമർത്ഥ്യം കൊണ്ട് കിട്ടിയാണ്.
എനിക്ക് കച്ചവടത്തിന് അവരുടെ കച്ചവടം പരാജയപ്പെട്ടത്, എനിക്കതിനൊരു സാമർത്ഥ്യമുണ്ട്. എന്ത് സാമർത്ഥ്യം സഹോദരങ്ങളെ! സാമർത്ഥ്യമുണ്ടെന്ന് പറഞ്ഞു വായ കൂടും മുമ്പ് മുഴുവൻ കച്ചവട സ്ഥാപനങ്ങളെയും പണത്തെയും കയ്യിൽ നിന്ന് വാങ്ങിവെക്കാൻ കഴിയുന്ന ഒരുത്തനാണ് മേലെ പറയുമ്പോൾ ചുണ്ടുകൾ അടക്കും മുമ്പ് അതിന്റെ മറുപടി വരുത്താൻ പറ്റുന്നവൻ. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് വിശാലമാക്കും, ചുരുക്കി കൊടുക്കും. എന്നിട്ട് എന്താ സഹോദരങ്ങൾ ഒരു സമ്പന്നനോട് ചെയ്യാൻ പറഞ്ഞു പടച്ചോൻ? പണമുള്ളവരോട് എന്താ ചെയ്യാൻ പറഞ്ഞു? അതൊക്കെ ഇതിലുണ്ടല്ലോ. നിനക്കു കിട്ടിയ ജീവിത സൗകര്യങ്ങളെ പരലോകത്തിന് വേണ്ടി വിനിയോഗിച്ചോ. ഈ സമ്പത്ത് മുഴുവൻ പരലോകത്തിന് ഗുണകരമാക്കി തീർത്തോ. നിന്റെ പദവികളെ, നിന്റെ സമ്പത്തുകളിൽ നിന്നും പരലോകത്തെ ആഗ്രഹിച്ചു. വലാ തൻസ നസീബക മിനദ്ദുനിയാ, ഇവിടെ ജീവിതം ശാശ്വതമല്ലെന്നും കുറച്ചു കാലമേ ഉള്ളുവെന്ന് നീ മനസ്സിലാക്കിക്കോ. അല്ലെങ്കിൽ ഭൗതികമായ നിന്റെ ജീവിതത്തിന്റെ വിഹിതങ്ങൾ നീ നിർവഹിച്ചോ. വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്, പടച്ചോൻ വലിയൊരു സംഘത്തിന് വഹിക്കാൻ കഴിയാത്ത താക്കോൽ കൂട്ടങ്ങളും സമ്പത്തും നിനക്ക് തന്നെങ്കിൽ ഇതേപോലെ തന്നെ ആൾക്കാർക്കും കൊടുത്തോന്നു അങ്ങനെ പറഞ്ഞത്. അതേപോലെ തന്നെ കൊടുത്തോന്നു. അഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്, പടച്ചോൻ തന്ന മാതിരി കൊടുത്തോന്നു. സഹോദരങ്ങളെ, ഉപദേശങ്ങളൊക്കെ നടന്നു എന്നല്ലാതെ അവനത് മനസ്സിലായില്ല. കാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി നാം പറഞ്ഞു. മനസ്സിലായി? ഞാനിതൊക്കെ എന്റെ കൈകൊണ്ട് സാമർത്ഥ്യം കൊണ്ട് കിട്ടിയതാണ്. സഹോദരങ്ങളെ, ആഴ്ത്തിക്കളഞ്ഞു പടച്ചു. ലോകത്ത് മുഴുവനുമുള്ള സമ്പന്നന്മാർക്ക് പാഠമായി. കാറൂരിന്റെ കൊട്ടാരങ്ങളെ, സമ്പത്തുകളെ ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞു. ചിന്തിക്കുക സഹോദരങ്ങളെ, ഒരു പരീക്ഷണത്തിന് അല്ലെങ്കിൽ എന്തിന് തന്നു എന്ന് ചിന്തിക്കാം. അതുകൊണ്ടേ ഞാൻ പറഞ്ഞത്, ആ വിജയങ്ങളിൽ ഒന്നാമത്തെ എന്തായാലും സക്കാത്ത് കൊടുക്കുക എന്നുള്ളതാണ്. സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കുക. എനിക്കൊരു സംശയമല്ല, ഒരു നാട്ടിൽ സഹോദരങ്ങൾ അവിടുത്തെ സമ്പന്നന്മാരിൽ 10% ആളുകൾ മര്യാദക്ക് സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ വേറൊരു ജീവകാരുണ്യ പ്രവർത്തനവും വേണ്ടി വരും. ഞങ്ങളെ പള്ളിയിൽ ആരെയും പോയി പിരിക്കാതെ നിസ്കാരം പോലെ ഒരു കടമയായി കണ്ട് സക്കാത്ത് തരുന്ന ആളുകൾ വളരെ കുറച്ചു മാത്രം സലഫി പ്രവർത്തകന്മാരുള്ള ഞങ്ങളുടെ ടൗണിൽ 13 ലക്ഷം, ഏകദേശം 14 ലക്ഷത്തോളം രൂപ ഒരു വർഷത്തിൽ സക്കാത്തായി കിട്ടും. ഏതൊരാളെ എന്തൊരു കാര്യത്തിന് വന്നാലും സക്കാത്തിന്റെ വിഹിതത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുമെങ്കിൽ സഹോദരങ്ങളെ സഹായിക്കാൻ പറ്റും. ഒരു വർഷം ഒരു വീട് സുന്ദരമായ ഒരു കുടുംബത്തിന് ഉണ്ടായി കൊടുക്കും. ഇപ്പൊ ഒരു വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പൈസ പുറത്തുനിന്ന് പിരിക്കണ്ട, സക്കാത്ത് കൊടുത്താൽ ഇതുവരെ വീട് സ്വപ്നം കാണുന്ന, ഗൾഫിൽ ജീവിച്ചിട്ടും വർഷങ്ങൾ കൊണ്ടും സാധിക്കാത്ത സ്വപ്നം കാണാൻ അവിടുത്തെ സമ്പന്നന്മാർ അവിടെ 2.5% സക്കാത്ത് കൊടുത്താൽ മതി. നിങ്ങൾ ആലോചിക്കണോ? നമ്മളിട്ട് കണക്കുണ്ടാവില്ല സഹോദരങ്ങളെ. പക്ഷെ നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ട ഒരു റിയാൽ ഉണ്ടെങ്കിൽ അത് പടച്ചവന്റെ അടുത്ത് കണക്കുണ്ട്. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ശേഖരിച്ചു വെച്ചതാണിത്. സക്കാത്ത് കൊടുക്കാത്ത നിന്റെ പണം നിനക്ക് നാളെ പരലോകത്ത് നരകത്തിൽ തകിടുണ്ടാക്കാൻ നീ തന്നെ സൂക്ഷിച്ചു വെച്ചതാണ്. നിങ്ങൾക്ക് വേണ്ടി ശേഖരിച്ചു വെച്ചത് അനുഭവിച്ചു കൊള്ളുക. സർപ്പമായി കഴുത്തിൽ ചുറ്റി അവന്റെ മുഖത്തേക്ക് ചീറ്റി അവന്റെ സമ്പത്തിന്റെ നാണയങ്ങൾ അവനോട് പറയും, അനക്കെൻസുക്കാവ അനമാലുക്ക, ഞാനാണ് നിന്റെ സ്വത്ത്, ഞാനാണ് നിന്റെ നിക്ഷേപം എന്ന് പറയും. സംശയിക്കേണ്ട സഹോദരങ്ങളെ, സംശയിക്കണ്ട. പടച്ചോൻ തന്ന സമ്പത്ത് പടച്ചോന് വേണ്ടി കണക്ക് കൂട്ടില്ല സക്കാത്ത്. പടച്ചോൻ തന്ന പണല്ലേ, അത് പടച്ചോന് വേണ്ടി ഒന്ന് കണക്ക് നോക്കുക. അത് ചെയ്തുകൂടെ വർഷത്തിൽ? എന്നെ പടച്ചോനാണ് മൊത്തം നിങ്ങളെല്ലാം എല്ലാ സ്റ്റോക്കും നോക്കിയിട്ട് ഒന്ന് കണക്ക് കൂട്ടുക. പടച്ചോനും വേണ്ടി കമ്പ്യൂട്ടറിൽ ഒരു കണക്ക്. അടുത്ത ആൾക്ക് കൈമാറുമ്പോൾ കണക്ക് നോക്കണ്ടേ സഹോദരങ്ങളെ? ടാക്സ് കൊടുക്കാൻ കണക്ക് നോക്കണ്ടേ? എന്നാൽ പടച്ചവന് വേണ്ടി ഒന്ന് കണക്ക് നോക്കുക. നമ്മുടെ കടയിൽ എത്ര സ്റ്റോക്ക് ഉണ്ടെന്ന്, ഈ വർഷം എത്ര പണം പടച്ചോൻ തന്നു എന്ന് ഒരു ചെറിയ കണക്ക്. നന്ദിയുടെ ഭാഗമാണ് സഹോദരങ്ങളെ. മനസ്സിലായില്ലേ? പിന്നെ ജീവിത സുഖങ്ങളിൽ വിരാജിക്കുമ്പോൾ, നമ്മുടെ വേസ്റ്റ് ബോക്സിലേക്ക് ഭക്ഷണങ്ങളുടെ കൂമ്പാരങ്ങൾ തട്ടിക്കളയുമ്പോൾ, ഒരു നേരത്തെ വിശപ്പ് മാറ്റാൻ 1000 റിയാലുകൾ ഹോട്ടൽ വരാന്തകളിൽ ചെലവാക്കുമ്പോൾ, സഹോദരങ്ങളെ മനസ്സിൽ ഓർക്കുക, എന്റെ നാട്ടിന്റെ അയൽപക്കത്ത് ജീവിത പ്രയാസം അനുഭവിക്കുന്ന ഭർത്താവ് മരിച്ച് വിധവയായ ആ സ്ത്രീക്ക് എന്റെ ഭാര്യയെ കൊണ്ട് കുറച്ച് പണം മാസത്തിൽ അയച്ചു കൊടുത്താൽ ഒരു 500 റിയാൽ അവിടെ കിട്ടിയാൽ അവർ സന്തോഷത്തോടെ ആ കുട്ടികളും ഭക്ഷണം കഴിക്കുമല്ലോ എന്ന് ഒരു ദിവസം ഹോട്ടലിൽ ചിലവാക്കിയ പൈസ ഒരു മാസത്തിൽ ഒരിക്കൽ അയച്ചു കൊടുക്കുക സഹോദരങ്ങളെ അയൽപക്കത്തേക്ക്, ഒരു അനാഥ കുട്ടിക്ക്. അതെ, പണമുള്ളവൻ ചെയ്യുമോ നോക്കാൻ. അഹ്സിൻ കമാ അഹ്സന അല്ലാഹു ഇലൈക്. നിനക്ക് പടച്ചവൻ തന്നു, ആർഭാടത്തോടെ ആഹ്ലാദത്തോടെ ജീവിക്കുന്നില്ലേ? നിന്റെ പണം ഉപയോഗിച്ച് അതുപോലെ മറ്റൊരാൾ ജീവിക്കട്ടെ. അല്ലേ പടച്ചവൻ പറഞ്ഞേ? നിന്റെ പണം കൊണ്ട് അങ്ങനെ ഒരാൾ ജീവിക്കട്ടെ.
സഹോദരങ്ങളെ, ഇതൊക്കെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുമ്പോൾ സമ്പത്തും ഒരു പരീക്ഷണം തന്നെ. കയ്യിൽ വന്ന ഒരു റിയാലിനും സഹോദരങ്ങളെ കണക്ക് പറയാതിരിക്കാൻ പറ്റില്ല. പടച്ചോൻ സാമ്പത്തികം കൊണ്ട് പരീക്ഷിക്കും, രോഗം കൊണ്ട് പരീക്ഷിക്കില്ല സഹോദരങ്ങളെ. രോഗം കൊണ്ട് പരീക്ഷിക്കും. ഉൾക്കൊള്ളാൻ പറ്റണം. രോഗമൊന്നും നഷ്ടാന്ന് വിചാരിക്കരുതെങ്കിൽ. നമ്മുടെ പ്രായത്തിൽ ഒരാൾ ഒരു മരുന്നും ഗുളിയും കഴിക്കാതെ സുഖമായിട്ട് നമ്മൾ റൂമിൽ കിടക്കുന്നത്, ഞാൻ എന്തിങ്ങനെ സഹോദരങ്ങൾ, അവന് നഷ്ടമാണ്, നമുക്ക് ലാഭമാണ്. എപ്പോഴാണ് ലാഭം തരങ്ങൾ? ഇതൊരു പരീക്ഷണമാണെന്ന് തിരിച്ചറിയുമ്പോൾ. മനസ്സിലേ? നമ്മുടെ ഓരോ ക്ഷീണത്തിനും വേദനക്കും പടച്ചോൻ പ്രതിഫലം എഴുതി വെക്കുകയാണ്. മറ്റൊന്നുണ്ടാവില്ല. മറ്റൊന്നുണ്ടാണെങ്കിൽ എന്ത് വേണമെന്നറിയോ? നമ്മളെങ്ങനെ വിഷമം കാണുമ്പോൾ അവൻ പടച്ചവര് സ്തുതി പറയണം, നാഥ നല്ലൊരു ശരീരം തന്നല്ലോ, ആരോഗ്യം തന്നല്ലോ. അങ്ങനെ ഒരു നന്ദി ചെയ്താൽ അവനൊരു കൂലി കിട്ടും. ക്ഷമിച്ചാൽ നമുക്ക് കൂലി കിട്ടും. ഒന്നും നഷ്ടം വരില്ല. കാരണം രോഗമെന്നത് ശിക്ഷയാണെന്ന് ചില ആളുകൾ തെറ്റിദ്ധരിക്കാണ്ട്. രോഗം ശിക്ഷയായി മാത്രമേ വരിക. അയ്യൂബ് നബി വിളിച്ചു, നാഥാ എനിക്ക് ബുദ്ധിമുട്ട് ബാധിച്ചിരിക്കുന്നു, നീ കരുണ ചെയ്യുന്നതിൽ ഏറ്റവും കരുണയുള്ളവനല്ലേ. സഹോദരങ്ങളെ വിളിച്ചപ്പോൾ പടച്ചും കേട്ടില്ലേ? ഞാൻ അവന് ഉത്തരം നൽകി, അവന്റെ ബുദ്ധിമുട്ട് നീക്കി കൊടുത്തു. അവന് ധാരാളം മക്കളെയും അവന്റെ കുടുംബങ്ങളെയും ഞാൻ അവന് തിരിച്ചു കൊടുത്തു. എന്റെ അടുക്കുന്നില്ല കാരുണ്യമായിക്കൊണ്ട് ആരാധന ചെയ്യുന്നവർക്കുള്ള ഓർമ്മയായി, സ്മരണയായി. സഹോദരങ്ങൾ, അയ്യൂബ് നബിനെ നമ്മുടെ മനസ്സിക്ക് ഓർമ്മ വരണം. അസുഖമായി മലർന്നു കിടക്കുമ്പോഴേ നമുക്ക് ഓർമ്മ വരണം, അള്ളാഹു പ്രവാചകനായി നിയോഗിച്ച ഒരാൾ ഇതുപോലെ കിടന്നിട്ടുണ്ട്. എന്നിട്ട് പ്രാർത്ഥിക്കണം, മനസ്സിന്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കണം. ആ ഭാഗത്ത് ആയത്തുകളൊന്നും ഇങ്ങനെ വായിച്ചു നോക്കുന്നു. സഹോദരങ്ങളെ, ജീവിത പരീക്ഷകൾ മരണത്തെ മുന്നിൽ കാണിച്ചു കൊടുത്താണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ അള്ളാഹു പരീക്ഷിച്ചത്. മരിക്കാൻ തയ്യാറാണോ ചോദിച്ചിട്ട്, ചെറിയ പരീക്ഷണമല്ല. പാപ്പാന്റെ മുന്നിലെ കഴുത്ത് നീട്ടി കിടന്നു കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടാണ്. അവരൊക്കെ ക്ഷമിക്കുന്നവരായിരുന്നു. എന്തേ ഇബ്രാഹിം നബിനോട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ഇസ്മായിൽ നബി പറഞ്ഞ എന്താണ്? പാപ്പ പടച്ചോൻ പറഞ്ഞങ്ങൾ ചെയ്തോളി. ആ കത്തിക്ക് മുന്നിൽ ഷമാലുവായി കിടക്കുന്ന ഒരു മകനായി നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. പടച്ചോൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. ഓലൊക്കെ ക്ഷമ കൈക്കൊണ്ടവർ തന്നെയാണ്. നമ്മുടെ കാരുണ്യത്തിൽ അവരൊക്കെ ഞാൻ പ്രവേശിപ്പിച്ചു. അവരൊക്കെ നല്ല ആൾക്കാരായിരുന്നു. യൂനുസ് നബി കോപത്തോടുകൂടെ പോയി. അവനൊരു പ്രയാസമുണ്ടാക്കാൻ എനിക്ക് കഴിയില്ലെന്ന് അവൻ വിചാരിച്ചു. എന്നിട്ടാ സഹോദരങ്ങളെ കടലിലേക്ക് വീഴ്ത്തിയത്. അപകടങ്ങൾ, പരീക്ഷണങ്ങളാണ്. യൂനുസ് നബിക്ക് വന്നത് അപകടമാണ്. കാല് മുറിഞ്ഞ് കിടക്കാം, പ്രതിസന്ധിയിൽ വരാം. നാട്ടിൽ നിന്നും ആളുകൾ ഇവിടെ നിന്ന് കൂടെ ആളുകൾ വന്ന് നമ്മളെ വീൽ ചെയറിലിരുത്തി നാട്ടിൽ കൊണ്ടുപോകാം. നാട്ടിലെ വലിയൊരു ഹോസ്പിറ്റലിന്റെ കാഷ്വാലിറ്റിയിലേക്ക് ഒരു പക്ഷേ നമ്മുടെ വിമാനയാത്ര അവസാനിക്കാം. അവിടെ നാം തിരിച്ചറിയണം, ജീവിതം ഒരു പരീക്ഷണമാണ്. അത് രോഗങ്ങളെ കൊണ്ടാവാം, സമ്പത്ത് കൊണ്ടാവാം, സദാചാരം കൊണ്ടാവാം. സഹോദരങ്ങളെ, തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേ അപ്പോൾ നമ്മുടെ മനസ്സുകൾക്ക് ഉൾക്കൊള്ളാനോ ശാന്തതപ്പെടാനോ പറ്റില്ല. അതൊക്കെ പ്രവാചകന്മാരെ ചൂണ്ടിക്കാണിച്ചാ പറഞ്ഞു തരുന്നത്. സഹോദരങ്ങളെ, രക്ഷപ്പെടില്ല എന്ന് അപ്പോഴും വിചാരിച്ചില്ലല്ലോ. മത്സ്യം വിഴുങ്ങി കടലിന്റെ ഉള്ളിൽ കിടക്കുന്ന സമയത്ത് വിളിച്ചില്ലേ പടച്ചോനെ? പടച്ചോൻ വിളിച്ചപ്പോ എന്താ? അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇരുട്ടിൽ കിടന്ന് വിളിച്ചു, പടച്ചോനെ ഞാൻ ലാലിബീങ്ങളിൽപ്പെട്ടവനായിരിക്കുന്നു, എന്നെ സഹായിക്കണമെന്ന് വിളിച്ചു. തൗഹീദിനെ മുൻനിർത്തി പ്രാർത്ഥിച്ചു. ഫസ്തജബ്നാ ലഹു വനജ്ജൈനാഹു മിനൽ ഗം കദാ വകദാലിക നുൻജിൽ മുഅ്മിനീൻ. അങ്ങനെയാണ് ഞാൻ വിശ്വാസികളെ രക്ഷപ്പെടുത്തുന്നത് അല്ലാഹു പറയാണ്. അള്ളാഹു ആ കടലിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് ഒരു പ്രശ്നമില്ലാതെ സഹോദരങ്ങളെ കരക്കെത്തിച്ചില്ലേ. രോഗങ്ങൾ പരീക്ഷണങ്ങളാണ്, അപകടങ്ങൾ പരീക്ഷണങ്ങളാണ്, വന്ധ്യത പരീക്ഷണമാണ്. സക്കരിയ നബി കൊടുത്ത് വന്ധ്യതയാണ്, മക്കളില്ലാതെ ജീവിക്കും. അങ്ങനെ സുഹൃത്തുക്കളിലെ സഹോദരങ്ങളെ, നമുക്ക് അങ്ങനത്തെ സുഹൃത്തുക്കളില്ലേ? പക്ഷെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകി. യഹ്യാ നബി അലൈഹി സ്വലാമിന്റെ മകനായി കൊടുത്തു. ഇതൊക്കെ ഈ ആയത്തിൽ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഇവിടെ മാത്രമല്ല, നമ്മളിങ്ങനെ ഒരു സത്യവിശ്വാസിയാണ്, മുസ്ലിമാണ്, മുഅ്മിനാണ്,
എന്നൊന്നും പറഞ്ഞാൽ പടച്ചോൻ വിടൂല. നമ്മളത് ശരിക്കും ആത്മാർത്ഥമായിട്ട് പറയാണോ എന്ന് പടച്ചോൻ പരീക്ഷിക്കും. പലപ്പോഴും ആളുകൾക്ക് എന്താ ഇഷ്ടം എന്നറിയങ്ങൾ, നമ്മൾ ഇതൊക്കെ ഉൾക്കൊണ്ടു എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കത്തക്ക വിധത്തിൽ ഒരു വ്യതിരിക്തമായി ജീവിക്കാനുള്ള ധൈര്യം സഹോദരങ്ങളെ നമ്മളിൽ പല ആൾക്കാർക്കും ഇല്ല. ഞാൻ ഉൾക്കൊണ്ട ഒരു ആദർശത്തെ ഞാൻ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയാനുള്ള ഒരാർജവത്വം നമ്മളങ്ങനെ ഒരുത്തം കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയാൻ തോന്നിയാൽ നമുക്ക് പ്രശ്നമാണ്. ആ തോന്നുന്നൊരു കോലത്തിൽ നടന്നാൽ എന്താ സഹോദരങ്ങളെ നഷ്ടം? ഒരു പ്രശ്നമല്ല. നമ്മളൊരു മുസ്ലിമാന്ന് ഒരാൾ വിചാരിച്ചോട്ടെ, കാല ഇന്നനീമിനിൽ മുസ്ലിമീൻ, നാം ആർജവത്വത്തോടെ പ്രഖ്യാപിക്കേണ്ട കാര്യമാണ്. നമ്മളെ കണ്ട ഒരു സംശയം, ഇത് പേര് വയ്ക്കാം, നമ്മളോട് മുസ്ലിമാന്ന് അറിയാൻ വേണ്ടിയിട്ട് പേര് വയ്ക്കുക. എന്താ പേര്? അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാണ്ട് ആവശ്യമില്ല സഹോദരങ്ങളെ. നമുക്ക് നമ്മുടെ ഒരു വേഷവും രൂപവും ഒക്കെ സ്വീകരിച്ചാൽ അതിലൊരു പ്രശ്നമല്ല. അതൊക്കെ ഒരു മാന്യതയായും മഹത്വവുമായി വിലയിരുത്തപ്പെടും. ഞാൻ പറഞ്ഞത് ആദർശ രംഗത്ത് ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ വരും സഹോദരങ്ങളെ. പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നോക്ക്, നിങ്ങളിപ്പോൾ ഇവിടുന്ന് ഒരു സീഡിയോ കാസറ്റോ കേട്ടുകാണ്ട് തൗഹീദ് ഉൾക്കൊണ്ടു നാട്ടിക്ക് തിരിച്ചെല്ലുമ്പോഴേ നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ വീട്ടിൽ ആദർശം ഉൾക്കൊണ്ടവൻ. സഹോദരങ്ങൾ, ഇതുവരെ മുഖത്ത് നോക്കി അതൃപ്തിയുടെ ഒരു നോട്ടം നോക്കാത്ത പ്രിയ പിതാവ് ഇതുവരെ കണ്ടുപരിചയമില്ലാത്ത ക്രൂരതയിലാണ് നമ്മളോട് പെരുമാറുന്നത്. ഉൾക്കൊള്ളാൻ പറ്റുമോ സഹോദരങ്ങളെ? സ്വന്തം ബന്ധുക്കൾ മുഴുവനും 3 കൊല്ലം കഴിഞ്ഞ് നാട്ടിൽ ചെല്ലുമ്പോൾ ആഹ്ലാദത്തോടെ സ്വീകരിക്കേണ്ടവർ നമ്മുടെ രൂപവും ഭാവവും ജീവിത മാറ്റവും കണ്ടപ്പോൾ അപരിചിതത്തോടുകൂടെ പരിഹാസത്തോടുകൂടെ നോക്കുന്നു. നമുക്ക് സഹിക്കാൻ പറ്റും? അപ്പൊക്കെ നമ്മൾ മാറി, മനസ്സ് പതറി. പടച്ചോന്റെ പരീക്ഷണം ആദ്യം ഒരു ദീന് മനസ്സിലാക്കാൻ പറ്റിയൊരു സാഹചര്യം പടച്ചോൻ തന്ന് അതനുസരിച്ച് കൊണ്ട് നടക്കുമെന്ന് നോക്കാൻ പടച്ചോൻ നമ്മളെ പരീക്ഷിക്കും. സഹോദരങ്ങളെ, ആ പരീക്ഷണത്തിന് അള്ളാഹു നൽകിയ കലവറയില്ലാത്ത സഹായം ഇന്നും ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ പറഞ്ഞ അവിടെ പിടിച്ചു നിന്നാൽ, പടച്ചോന് വേണ്ടി പിടിച്ചു നിന്നാൽ പടച്ചോൻ നമ്മളെ കൂടെ വരും, യാതൊരു സംശയമില്ല. അതിനാരാ തെളിവ്? അതിനാരാ സഹോദരങ്ങളെ നമുക്ക് തെളിവ്? നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അസ്ഹാബുൽ കഹ്ഫിന്റെ ആളുകൾ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, ഒരു നാട്ടിലെ ധിക്കാരിയായ രാജാവിൽ നിന്ന് തൗഹീദ് ഉൾക്കൊണ്ടതിന്റെ പേരിൽ മാറി നിന്ന് ഒരു സംഘം ആൾക്കാർ പോവാണ്. എവിടേക്ക് പോണ സഹോദരങ്ങൾ? ഒരു രാജ്യത്തിന്റെ അതിർത്തിയിൽ നിന്ന് എങ്ങോട്ട് പോവും? പക്ഷെ അവരെന്താ നിങ്ങൾ ആ പ്രഖ്യാപനമാണ്, എല്ലാം മറന്ന പ്രഖ്യാപനം, രാജാവിന്റെ ക്രൂരതകളെയും മൊത്തം നാട്ടിലാളുകളുടെ എതിർപ്പുകളെയും മറന്ന പ്രഖ്യാപനം. റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർള് ലൻ നദഉ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതതാ. ഞങ്ങളുടെ റബ്ബേ ആകാശഭൂമിയുടെ റബ്ബാണ്, അവനല്ലാതെ ഞങ്ങൾ ആരെയും വിളിച്ച് പ്രാർത്ഥിക്കൂല. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഞങ്ങൾ അന്യായം ചെയ്തവരാകുന്നതാണ്. പക്ഷേ സഹോദരങ്ങളെ, അവിടെ മനസ്സിന് അല്ലാഹു ഉറപ്പ് കൊടുത്തു. വറബത്നാ അലാ ഖുലൂബിഹിം, അവിടെ മനസ്സുകൾ അല്ലാഹു ഉറപ്പിച്ചു കൊടുത്തു. നിങ്ങളൊന്ന് ആലോചിക്കുകയാണെങ്കിൽ, എത്ര 3 നൂറ്റാണ്ട് കാലാണ് പടച്ചോൻ അവർക്ക് സംരക്ഷണം കൊടുത്തത്? 300 കൊല്ലം പടച്ചോനോട് ചോദിച്ചിട്ട് 300 കൊല്ലം അവരെ ഉറക്കിയിട്ടാണ് പടച്ചോൻ ഉണർത്തിയത്. സഹോദരങ്ങളെ, ആദർശത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരാൾക്കും ഒരിക്കലും അതിൽ നിരാശപ്പെടേണ്ടി വരില്ല. അള്ളാഹുവിന്റെ മഹത്തായ സഹായങ്ങൾ നമുക്ക് കിട്ടാൻ കാരണമായി തീരും. അതുകൊണ്ട് സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഈ ഗൾഫിൽ ജീവിക്കുന്ന നിങ്ങളോട് പ്രത്യേകം പറയണ്ടേ, പടച്ചോൻ നമ്മുടെ വിശ്വാസത്തെ പരീക്ഷിക്കും. ഇപ്പൊ ഒരു പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് നിങ്ങൾ ശരിക്കും പഠിച്ചു മനസ്സിലാക്കി തന്നെ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം. സത്യവിശ്വാസവും തൗഹീദും സ്വീകരിച്ച ആളുകൾ സഹോദരങ്ങളെ വലിയ ആരോപണങ്ങളും അതേപോലെ തന്നെ വിമർശനങ്ങളും ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. തൗഹീദിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, അതിനുവേണ്ടി രാപ്പകലില്ലാതെ കഠിനമായി പരിശ്രമിക്കുന്ന ആളെ മുഖത്ത് നോക്കിയിട്ട് തൗഹീദിൽ വ്യതിയാനം സംഭവിച്ചു, ശിർക്കിലായി എന്ന് പറയുമ്പോൾ സഹിച്ചു നിൽക്കാൻ ആർക്ക് പറ്റും? വല്ലദീന യുദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ബിഗൈരി മക്തസബു ഫഖദ് ഇഹ്തമലു ബുഹ്താനം വ ഇസ്മം മുബീനാ. വല്ലദീന യുദൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും ഉപദ്രവിക്കുന്നവർ, ബിഗൈരി മക്തസബു, അവർ ചെയ്യാത്ത കാര്യത്തിന് അവരെ ഉപദ്രവിക്കുന്നവരാരോ, ഫഖദ് ഇഹ്തമലു ബുഹ്താനം വ ഇസ്മം മുബീനാ, അവരേറ്റവും പ്രത്യക്ഷമായ പാപത്തെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഏറ്റവും കൃത്യമായ പാപങ്ങളാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, എന്ത് പറയുമ്പോഴും വളരെ ആലോചിച്ചും വസ്തുതാപരമായും പറയണം. പക്ഷെ എന്താ പറയുക, നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ജീവിതത്തെ ഇതൊരു പരീക്ഷണമാണ്. സഹോദരങ്ങളെ, ആദർശ രംഗത്തൊരു പരീക്ഷണം ഏറ്റെടുക്കേണ്ടി വരുമെന്നറിയാം.
ആ പരീക്ഷണത്തിന്റെ മുൾമുന നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം ഞാൻ ഓർക്കുന്നു, ഈ മഹത്തായ ആദർശ പ്രസ്ഥാനത്തിൽ ജീവിച്ചു മരിച്ചു പോയ ആളാണ് എൻ്റെ പിതാവ്, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അതിനുശേഷം എൻ്റെ വാപ്പയുടെ ഒരു സ്വപ്നമായിട്ടാണ് ഞാൻ അറബി കോളേജിലൂടെ ഈ പ്രബോധന രംഗത്തേക്ക് വന്നത്. അള്ളാഹുവിന്റെ അപാര അനുഗ്രഹം കൊണ്ടും എൻ്റെ വാപ്പയുടെ പ്രാർത്ഥന കൊണ്ടും ഒരു പക്ഷേ ഈ പ്രബോധന രംഗത്ത് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലെത്താൻ എനിക്ക് അവസരം കിട്ടി. സഹോദരങ്ങളെ, ഈ രംഗത്ത് ഇതൊരു ദീനെന്ന് മനസ്സിലാക്കി മറ്റൊന്നും ആഗ്രഹിക്കാതെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് സ്വന്തം മനസാക്ഷി പറയുന്നു. അത് സത്യമാകാനും നിലനിൽക്കാനും ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് സഹോദരങ്ങളെ, ഈ മുജാഹിദ് പ്രസ്ഥാനത്തെ പ്രതിനിധീകരിക്കാനോ ഈ കാര്യങ്ങൾ പറയാനോ ഞാൻ യോഗ്യനല്ലെന്ന് പറയുക മാത്രമല്ല, അത് പരസ്യ പ്രഖ്യാപനം ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന വൈകാരികത നീ എന്റെ മകനല്ലെന്ന് വാപ്പ പറയുന്നതിനേക്കാളും വികാരം ജനിക്കുന്ന രംഗമാണ് സഹോദരങ്ങളെ. പക്ഷെ നമ്മൾ ഏറ്റെടുക്കുന്നു. എന്തുകൊണ്ട്? ഈ പരീക്ഷണത്തിന്റെ സർക്കുലർ നമ്മുടെ കൈമുന്നിൽ വരും. അത് ഈ പ്രബോധന രംഗത്തെ ഒരു പരീക്ഷണമായി ഏറ്റെടുക്കാൻ, ആദർശ രംഗത്തെ ഒരു പ്രതിസന്ധിയായി ഏറ്റെടുക്കാൻ അള്ളാഹു നമ്മളോട് പറയുന്നു. സഹോദരങ്ങളെ, ലോകത്തെ പ്രവാചകന്മാർ അനുഭവിച്ച പ്രതിസന്ധികൾ അതാണ്. അതാരും അനുഭവിക്കേണ്ടി വരും. സ്വന്തം വാപ്പപ്പുറത്ത് മകനിപ്പുറത്ത് ചെറിയ പ്രയാസമല്ല സഹോദരങ്ങളെ. നമ്മുടെ ഭാര്യമാർക്ക് മനസ്സിലായില്ല, മക്കൾക്ക് മനസ്സിലായില്ല, വല്യപ്പാക്ക് മനസ്സിലായില്ല. ഒരൊറ്റ ആദർശത്തിൽ മനസ്സുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ഒരു തെറ്റിദ്ധാരണ, ഒരു സംശയം. എന്തായിരിക്കും? നല്ലൊരു പരീക്ഷണം തന്നെയല്ലേ? നല്ലൊരു പരീക്ഷണം. എല്ലാ കാര്യത്തിലും ഐക്യത്തിൽ പോകുന്ന വാപ്പയും മകനും ഈ ഒരു വിഷയത്തിൽ തെറ്റിയ സഹോദരൻ, അത് ചെറിയ പരീക്ഷണമല്ല. അത് വീട്ടിൽ സംഭവിച്ചവർക്കറിയാം പരീക്ഷണത്തിന്റെ കാഠിന്യം. ഭയങ്കര പരീക്ഷണം തന്നെയാണ്. ആദർശ രംഗത്ത് പരീക്ഷണങ്ങളില്ലാതെ മുന്നോട്ട് പോകില്ല സഹോദരങ്ങളെ. എല്ലാ പരീക്ഷണങ്ങളെയും പരീക്ഷണങ്ങളായി തിരിച്ചറിയാൻ നമുക്ക് പറ്റിയാൽ നമുക്ക് വിജയിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. നമുക്ക് ഒരു പരീക്ഷണത്തിന്റെ മുന്നിലും സഹോദരങ്ങളെ തൽക്കാലം കീഴ്പ്പെട്ട് കൊടുക്കാൻ പറ്റൂല. കാരണം എന്താ? നമ്മൾ വാപ്പാനെ ഉമ്മാനെ അല്ലെങ്കിൽ കുടുംബക്കാരെ ഭയപ്പെട്ടിട്ട് ഒരു സത്യത്തിൽ നിന്ന് മാറി നിന്നാൽ, അല്ലെങ്കിൽ നമ്മളെ ബഹുമാനിച്ച് കൊണ്ടെടുക്കുന്ന ഒരു ഗ്യാങ്ങിന് വേണ്ടി, ഒരു കൂട്ടത്തിന് വേണ്ടി നാം സത്യത്തിൽ നിന്ന് പതറി നിന്നാൽ നഷ്ടായിരിക്കാം. ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും, നബിയെ പറഞ്ഞു കൊടുക്കവർക്ക്, ആദർശം സ്വീകരിച്ചവരോട് പറയേ, അള്ളാനെ സ്വീകരിച്ചവരോട് പറയേ, പ്രവാചകനെ സ്വീകരിച്ചവരോട് പറയേ, ഖുൽ ഇൻ കാന ആബാഉകും, നിങ്ങൾക്ക് നിങ്ങളെ പോറ്റി വളർത്തിയ നിങ്ങളുടെ ഉപ്പമാറും, വഅബ്നാഉകും നിങ്ങളുടെ മക്കൾ, വഇഖ്വാനുകും നിങ്ങളുടെ കൂടെ പിറന്ന നിങ്ങളുടെ കൂടപ്പിറപ്പുകളായ സഹോദരങ്ങൾ, വഅസ്വാജുകും നിങ്ങളുടെ ഇണകൾ, നിങ്ങളുടെ ഭർത്താക്കന്മാർ, നിങ്ങളുടെ ഭാര്യമാർ, വഅശീറത്തുക്കും കുടുംബ ബന്ധമായി നിങ്ങളോടൊപ്പമുള്ള ബന്ധുക്കൾ, നിങ്ങൾ സമ്പാദിച്ച നിങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെടുന്ന സാഹചര്യം, സാമ്പത്തിക മാന്യം നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടങ്ങൾ, നിങ്ങൾ തൃപ്തിപ്പെടുന്ന നിങ്ങളുടെ ഭവനങ്ങൾ, അഹബ്ബയിലൈക്കും മിനല്ലാഹി വറസൂലി, അല്ലാഹുവിനേക്കാളും റസൂലിനേക്കാളും നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാണെങ്കിൽ ഫതറബ്ബസു, കാത്തിരുന്നോ, ഹത്താ യഅതിയല്ലാഹു ബിഅംരി, അല്ലാഹുവിന്റെ ശിക്ഷ വരുന്നത് കാത്തിരുന്നു കൊള്ളുക. അല്ലാഹ് പറയണ നമ്മളോട് സഹോദരങ്ങളെ. അതുകൊണ്ട് നമുക്ക് എല്ലാത്തിനേക്കാളും പ്രിയപ്പെട്ടത് ആദർശമാണെന്നും അള്ളാഹുവും റസൂലുമാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റണം. അതുകൊണ്ടാണ് പിടിച്ചെന്നത് സഹോദരങ്ങളെ, അവിടെ നമ്മൾ പിടിച്ചെന്നത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങൾ ഒരു കൃത്യമായ ലക്ഷ്യമുണ്ട്. ജീവിതത്തെ ഒരു പരീക്ഷണമായി തിരിച്ചറിഞ്ഞ് ഈ യാഥാർത്ഥ്യബോധത്തിൽ ജീവിക്കുകയും ഇനിയുള്ള ഒരു ദിവസവും നഷ്ടപ്പെടാതെ ഈ 114 അധ്യായങ്ങളും 23 കൊല്ലക്കാലത്തെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത രേഖയിലും സഹോദരങ്ങളെ എല്ലാമുണ്ട്. എത്ര പഠിക്കണോ അത്ര ജീവിതം സന്തോഷകരമാണ്. എത്ര പഠിക്കണോ അത്ര. എത്ര ക്ലാസ് നിങ്ങളെ ഭാര്യ പങ്കെടുത്തോ അത്ര നിങ്ങൾക്ക് സന്തോഷം. എത്ര ബോധം നിങ്ങളെ മക്കൾക്കുണ്ടായോ സഹോദരങ്ങളെ, ആ മാറ്റം നമ്മുടെ കുടുംബത്തിലുണ്ടാകും. ഇതല്ലാതെ ഒരു പരിഹാരമല്ല. ഞാൻ പറഞ്ഞെങ്കിൽ നമ്മളെ വാപ്പനെയും ഇമ്മനെയും സംതൃപ്തിപ്പെടുത്താൻ ഒരു വഴി പറഞ്ഞു തരും. ചില ആൾക്കാർ ഉംറ കൊണ്ടുവരും, കടം വാങ്ങി ഉംറ കൊണ്ടുവരും. ഉംറക്ക് ഇവിടെ കൊടുന്നൊരു ഫോട്ടോ എടുത്ത് കൊണ്ടുപോയാൽ വാപ്പക്ക് സമാധാനമാവുള്ളൂ. പിന്നെ അടുത്ത ഫോൺ വിളിക്കുമ്പോഴും അസംതൃപ്തിയുടെ വർത്താനം കയറും. ഈ ചെറിയ അഞ്ചിന് കുറച്ച് പൈസ കൊടുക്കാൻ വേണ്ടി കൊടുത്തില്ലല്ലോ എന്ന് ചോദിക്കാം. അവൻ കുറച്ച് പെരപ്പണിയിൽ ബുദ്ധിമുട്ടിലാണ്, അത് കൊടുത്തില്ലല്ലോ. അപ്പൊ നമുക്ക് പറയാൻ പറ്റൂ, നിങ്ങൾ ഉംറ കൊണ്ടുപോയി ഞാൻ കടത്തിലാറാൻ പറ്റും. സഹോദരങ്ങളെ എങ്ങനെ സംതൃപ്തമാവും? പൈസ കൊടുത്താലാവൂ? ഒന്നും ആവില്ല. സംതൃപ്താകാൻ എന്തുള്ളൂ? നിങ്ങൾ 2 CD കൊടുക്കുക, ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുക. കുറച്ചൊക്കെ അമലും ചെയ്ത് ഖുർആൻ ഓതി ദീനിയായി ജീവിച്ചാൽ എനിക്ക് പരലോകത്തൊരു രക്ഷ കിട്ടും. അതിലായിരിക്കും ശ്രദ്ധ. അല്ലെങ്കിൽ ആ കാര്യം ഓർമ്മയിലുണ്ടാവില്ല.
മരണത്തിന്റെ അപ്പുറത്തേക്കുള്ള വാപ്പാന്റെ മനസ്സിൽ തന്നെ ഉണ്ടാവില്ല. ഇപ്പുറത്തേക്കുള്ള ഇങ്ങനെ ആലോചിച്ചാൽ പിന്നെ നമുക്ക് ഇടങ്ങേറിനെ കാര്യം കുറച്ച് അപ്പുറത്തേക്ക് ആലോചിക്കാൻ വേണ്ടി പറയാം. വളരെ സൗകര്യം വാപ്പാക്ക് കിട്ടേണ്ടത് അതാണ്. സഹോദരങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങൾ നാട്ടിൽ നിന്ന് ഒരാൾ വാപ്പനെ ഇവിടെ കൊടുന്നാൽ എന്തേ കാരണം കുറച്ച് ദിവസം ഇങ്ങനെ കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യും? അടുത്ത ടിക്കറ്റ് എപ്പോഴാണ് എനിക്ക് പോകാൻ പറ്റാന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. എന്നാ വെച്ചാൽ അപൂർവം ചില രക്ഷിതാക്കന്മാർ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് സഹോദരങ്ങളെ? നമ്മുടെ നാട് പോലെ ആയതുകൊണ്ടല്ല, നമ്മുടെ നാടിനെ പോലെ പരിചരണം കിട്ടുന്ന ഒരു ആശുപത്രി തൊട്ടടുത്ത് കണ്ടതുകൊണ്ടല്ല, വിളിച്ചു പറയാനും ഓടിക്കൂടാനും ആൾ വരുമെന്ന് വിചാരിച്ചിട്ടല്ല. പിന്നെ എന്താ പ്രശ്നം നിങ്ങൾ സമാധാനം ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ക്ലാസ്സിന് പോകാൻ CD കേൾക്കാൻ ഒക്കെ സൗകര്യങ്ങൾ കിട്ടുമ്പോൾ ചെറിയൊരു മനസ്സമാധാനം. ആ മനസ്സമാധാനത്തിന്റെ അപ്പുറം നമ്മുടെ മാതാപിതാക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സമ്മാനമില്ല സഹോദര. ഞാൻ വെറുതെ പറയണതല്ലേ, നിങ്ങളത് ശരിക്കും വിശ്വസിക്കണം. ഞാൻ എൻ്റെ പ്രസംഗങ്ങളിൽ ഞാൻ പറയല ഒരുപാട് ഒരാള് ഒരു നിലക്കും ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ബന്ധമല്ല, പക്ഷെ ഒരു CD കിട്ടി. ആ CD കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അത് ഉമ്മാക്ക് കൊടുത്തു. കിടപ്പിലായ ഉമ്മാക്ക കൊടുത്ത്. സഹോദരങ്ങൾ ആ CD അവരാവർത്തിച്ച് കേട്ടു ഒരു ധാരാളം തവണ. ആ CD കേട്ട് അവർ എഴുന്നേറ്റു. അവർ വീട്ടിന്റെ ഉള്ളിലൂടെ നടന്നു. ഇനി ഒരിക്കലും എഴുന്നേറ്റു നടക്കില്ലെന്ന് വിചാരിച്ചു. ഞാൻ നിങ്ങളോട് അതിശയോക്തി പറയുകയല്ല, അസത്യം പറയുകയല്ല. എന്റെ കൺകാഴ്ച. എന്നെ ജുമാ കഴിഞ്ഞിട്ട് ആ CD കൊടുത്തവൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ആ ഉമ്മക്ക് നിങ്ങളൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഉമ്മന്റെ അടുത്ത് പോയി. ഞാൻ നേരിട്ട് കേട്ട സഹോദരങ്ങളെ, അനേകം രോഗങ്ങളെക്കുറിച്ചും വേദനകളെക്കുറിച്ചും നിരന്തരം പരാതി പറയുന്നവർക്ക് നിങ്ങൾ ഈ പരലോകത്തിന്റെയും സ്വർഗത്തിന്റെയും നരകത്തിന്റെയും കാഴ്ചപ്പാടുകൾ മനസ്സിലെത്തിയാലേ ഒരു പുതിയ വാപ്പയുണ്ടാകും, നിങ്ങൾക്ക് ഒരു പുതിയ ഉമ്മ ഉണ്ടാവും. സംശയിക്കണ്ട. പിന്നെ നിങ്ങളെന്താ വിചാരിക്കണേ? ഈ കുട്ടികളെ നിയന്ത്രിക്കാൻ സഹോദരങ്ങളെ നിങ്ങളെ കൊണ്ട് പറ്റും വിചാരിക്കണം. നിങ്ങൾ ചില ആൾക്കാർ പറയണ്ടേ നമ്മൾ ആരോഗ്യമുള്ള കാലത്ത് മക്കളെ പറഞ്ഞാൽ കേൾക്കും. വെറുതെ പറയാം സഹോദരങ്ങളെ. ഒരു പക്ഷെ നിങ്ങളുടെ മുമ്പിൽ വളരെ സുന്ദരമായി അഭിനയിക്കുന്ന കുട്ടി അവന്റെ ജീവിതത്തിൽ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രം. നമുക്കെങ്ങനെ അറിയാൻ കഴിയാം? അവൻ വളരെ സുന്ദരമായി അഭിനയിക്കുന്നുണ്ടാവും നമ്മുടെ മുന്നിൽ. മനസ്സിലായി? എനിക്ക് 1.5 ജുസ് ഇഫ്ലായി, 2.5 ജുസ് ഇഫ്ലായി എന്നൊക്കെ പറയുന്നുണ്ടാവും. ഞാനൊക്കെ അവിശ്വസിക്കാൻ വേണ്ടി പറയല്ല, എല്ലാം വിശ്വസിക്കാനും വയ്യല്ലോ. കാരണം പലപ്പോഴും നമ്മൾ കേൾക്കുന്നതും രക്ഷിതാക്കന്മാർ പറയുന്നതും രണ്ടും രണ്ടാണ്. ഞാൻ പറഞ്ഞ സുഹൃത്തുക്കളെ, സുന്ദരമായി നിങ്ങളെക്കാളും പക്വതയോടുകൂടെ നിങ്ങളുടെ മക്കൾ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഈ ബോധം നിങ്ങൾ നാട്ടിൽ വന്നു നോക്കി. അവിടെ എഞ്ചിനീയറിനും MBBS പഠിക്കുന്ന ചില കുട്ടികളുണ്ട്. അവരൊക്കെ നമ്മൾ കണ്ട സഹോദരങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. കാരണം ജീവിതത്തിൽ ഒരു 40 വയസ്സുകാരന് നേടാൻ പറ്റാത്ത ജീവിത കാഴ്ചപ്പാടുകൾ അവർക്കുണ്ടായി കഴിഞ്ഞിരിക്കുകയാണ്. എന്നെ നിരന്തരം വിളിച്ചു ചോദിക്കുന്ന കുട്ടികളുണ്ട്. എന്തായാലും ഇപ്പൊ കഴിഞ്ഞ ദിവസത്തിനോട് ചോദിച്ചു, അവന്റെ വാപ്പക്ക് ലോട്ടറി കച്ചവടമാണ്, ലോട്ടറിയാണ് വരുമാനം. വീട്ടിൽ ചെന്നാൽ കിട്ടുന്ന ചോറ് അതായിരിക്കും, തിന്നാൻ പറ്റുമെന്ന് അവന്റെ സംശയം. വാപ്പാന്റെ ചോദിക്കും, വാപ്പാക്ക് ലോട്ടറി കച്ചവടമാണ്, അതുകൊണ്ട് കിട്ടുന്ന പൈസ വാപ്പ തരുന്നത്. വാപ്പ തരുമ്പോൾ വേണ്ടാറിഞ്ഞ പ്രശ്നമാണ്, വാപ്പ തന്നിട്ട് തിന്നാ പ്രശ്നമാണ്. എന്താ ചെയ്യാന്ന് സംശയം. സഹോദരങ്ങളെ, ബോധം ശരിക്കുണ്ടാവും. ആ ദീനിനെ കുറിച്ച് ശരിക്കും ഉള്ളിൽ കടന്നാൽ നിങ്ങൾ ചിന്തിക്കാത്ത നിങ്ങളുടെ കുട്ടികൾ ചിന്തിക്കും. അപ്പൊ ദീനെത്തിക്കല്ലാതെ എന്ത് പരിഹാര മാർഗ്ഗമാണ് നിങ്ങൾ പറഞ്ഞിരുന്നു? സഹോദരങ്ങളെ, നമ്മുടെ ഭാര്യമാരുടെയും ഭർത്താക്കന്മാരുടെയും പ്രശ്നം തന്നെയാണ് ഞാൻ പറഞ്ഞത്. അസംതൃപ്തരാണ് നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ. നിങ്ങൾക്ക് ഇവിടുത്തെ ഫ്ലാറ്റിൽ അവരെ ഇട്ട് സംതൃപ്തിപ്പെടുത്താൻ ഇവിടെ ഒരു മാർഗമല്ല. നിങ്ങൾ എത്ര പ്രാവശ്യം അവളുടെ കൂടെ ഷോപ്പിങ്ങിന് പോയാലും, അവൾ പറഞ്ഞപ്പോഴൊക്കെ നിങ്ങൾ വീട്ടിൽ വന്നാലും, അവളുടെ കൂടെ മാത്രം ജീവിച്ചാലും, ഓഫീസിൽ പോകുമ്പോൾ തൊട്ടടുത്ത് കൊണ്ടുപോയി ഇരുത്തിയാലും അവൾ സംതൃപ്തയാവില്ല. കാരണം ദുനിയാവിൽ ഒരാൾക്ക് സംതൃപ്തിക്കുണ്ടെങ്കിൽ എപ്പോഴും വെച്ചുള്ള നിങ്ങൾ കബർ കൊണ്ടുപോയി വെച്ചിട്ട് വായിക്ക് മണ്ണിടൂല്, വായണ്ടറിയണം, അപ്പോഴേ സംതൃപ്തിയാവും. അല്ല ദുനിയാവ് കൊണ്ട് ഒരാളെ തൃപ്തിപ്പെടുത്താൻ ആർക്കാ പറ്റിയ സഹോദരങ്ങളെ? ആർക്കും പറ്റില്ല. എന്ന് നോക്കും നിങ്ങൾ ദീന്റെ ഒരു വിചാരം, അത് ഭയങ്കരല്ലേ സഹോദരങ്ങളെ? ഇവിടെ ഈ ജാരിയാത്തിൽ പരിഭാഷപ്പെടുത്തുന്ന പുസ്തകം വായിക്കാൻ, ഒരു തഫ്സീർ വായിക്കാൻ, ഒരു CD കേൾക്കാൻ, അതൊക്കെ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങുമ്പോൾ ജീവിതത്തിൽ ഒരു പുതിയ കാഴ്ചപ്പാടുണ്ടാവും. ആ ദീനിയായ ഒരു ജീവിതത്തോടൊരു താല്പര്യം വരും. എല്ലാറ്റിനും പരിഹാരം ഇത് മാത്രം. സഹോദരങ്ങളോട് നമ്മൾ കേൾക്കണം. ജീവിതത്തിന്റെ മുഴുവൻ രംഗങ്ങളിലും ഇസ്ലാമിന്റെ